അർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷ്യൻ കി ജയ്. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ കൃഷ്ണയാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ഒരുപാട് പേർക്ക് ഈ സോങ് ഇഷ്ടമായി എന്ന് എനിക്ക് മനസ്സിലായി. വളരെ നല്ല സോങ്ങാണ് അല്ലേ? എല്ലാവരും നല്ല കമൻറ്റ് തന്നെ എനിക്ക് ഇട്ടിട്ടുണ്ട്. നല്ല സോങ്ങാണ്. അതിലൊരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നു, അവരുടെ 3 വയസ്സോ 6 വയസ്സോ ഉള്ള കുട്ടി ഇതിൻ്റെ ആദ്യത്തെ 6 വരികൾ കൃത്യമായി പാടുമെന്ന്. ഒരുപാട് സന്തോഷം. ഈ പാട്ടിന് വളരെയധികം പ്രത്യേകതയുണ്ട്. എന്തായിരിക്കും ഈ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ പറഞ്ഞുതരാം. ഈ പാട്ട് എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് എഴുതിയതാണ്. ആദരണീയനായിരിക്കുന്ന BK ഹരിനാരായണൻ സാർ. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ മലയാള സിനിമയ്ക്ക് വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ഗാനങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണ് അല്ലേ? എനിക്ക് അങ്ങനെ ഒരുപാട് പാട്ട് എഴുതുന്ന ആളുകളെയൊന്നും അറിയില്ല, വളരെ കുറച്ച് അറിയൂ. രാജീവ് അല്ലെങ്കിൽ ചേട്ടനെ അങ്ങനെയൊക്കെ അറിയും. ഇത് BK ഹരിനാരായണൻ സാറിൻ്റെ വരികളാണ്. അദ്ദേഹം തികഞ്ഞ ഒരു ഗുരുവായൂരപ്പ ഭക്തനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വരികളിൽ തന്നെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗീതയുടെ ഒരു ഉള്ളടക്കം ആ വരികളിൽ ഞാൻ കാണുന്നുണ്ടായിരുന്നു. കാരണം മരണത്തിൽ പോലും കൈപിടിക്കുന്ന ഒരു ആത്മസുഹൃത്തെന്ന് പറയുമ്പം യഥാർത്ഥത്തിൽ അത് ഗുരുവായൂരപ്പൻ തന്നെയാണ്, വേറെ ആരുമില്ല. പിന്നെ അതുപോലെ നമ്മുടെ കാലടികളിൽ നമുക്കെന്നും തുണയായിരിക്കുന്നത് ഗുരുവായൂരപ്പൻ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആശ്രയിക്കാൻ ഒരേ ഒരു നാമം, അത് ഗുരുവായൂരപ്പനാണ്. അപ്പം അത്രയും മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ആ വരികൾ അങ്ങനെ വെറുതെ ഒന്നും വരില്ല. യഥാർത്ഥത്തിൽ അത് നല്ല ഒരു ഗുരുവായൂരപ്പ ഭക്തനായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു തൂലിക തുമ്പിൽ അത്രയും മനോഹരമായിരിക്കുന്ന വരികൾ വന്നത്. അപ്പം അദ്ദേഹത്തെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത എൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനും BK ഹരിനാരായണൻ സാറിനും ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം നമുക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരാൾക്ക് ഇത്രയും മനോഹരമായി ഭഗവാനെക്കുറിച്ച് എഴുതാൻ പറയുക എന്ന് അല്ലെങ്കിൽ സാധിക്കുക എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല അല്ലേ? അതുമാത്രമല്ല, നമ്മുടെ ഗെറ്റ് ടുഗദറിന് ഞാൻ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. ചില പ്രധാനപ്പെട്ട മീറ്റിംഗ്സ് ഉണ്ടായത് കാരണം അദ്ദേഹത്തിന് എത്താൻ പറ്റിയില്ല. പക്ഷേ ഗുരുവായൂർ മഞ്ജരീസിൻ്റെ മൊമെൻറ്റോ അദ്ദേഹത്തിന് എത്തിക്കാൻ എനിക്ക് സാധിച്ചു. അതിനൊക്കെ ഗുരുവായൂരപ്പനോട് വളരെയധികം നന്ദി അറിയിക്കുന്നു. ഞാൻ ഇസ് ദ ഫസ്റ്റ് ടൈം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പാട്ട് കേൾക്കുന്നത്. കുറേ ദിവസങ്ങളായിട്ട് ഞാൻ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹരിസാറിൻ്റെ ഒരു നല്ല ഒരു ഡിവോഷണൽ ഭഗവാന്റെ ഒരു സോങ്ങിന് വേണ്ടിയിട്ട്. അതിന്ന് ഗുരുവായൂരപ്പൻ എനിക്ക് തന്നു. ഒത്തിരി സന്തോഷം. ആ ഒരു വലിയൊരു ജീവാത്മാവിൻ്റെ തൃപ്പാദത്തെങ്കിൽ ഞാനും ഗുരുവായൂർ മഞ്ജരീസിൻ്റെ പേരിൽ പ്രണാമം അർപ്പിക്കുന്നു. ഇത്രയും നല്ലൊരു ഗുരു നമ്മൾക്ക് എന്താ പറയുക, മലയാള സിനിമയ്ക്ക് ഇത്രയും അർത്ഥവത്തായിരിക്കുന്ന വരികൾ നൽകാൻ ഗുരുവായൂരപ്പൻ തന്നെ നമുക്ക് നൽകിയ ആ ഒരു മഹാത്മാവിന് ഒരുപാട് കീർത്തനങ്ങളും ഒരുപാട് ഗാനങ്ങളും എഴുതാൻ സാധിക്കട്ടെ എന്ന് ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിലൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. താങ്ക് യു ഹരി സാർ. അദ്ദേഹം പ്രശസ്തനായിരിക്കുന്ന ഒരു ഗാനരചയിതാവുമാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ഹിസ്റ്ററി എന്ന് പറയുകയാണെങ്കിൽ ഭട്ടി കുഴിയാംകുന്നത്ത് രാമൻ നമ്പൂതിരിയുടെയും ഭവാനി അന്തർജനത്തിൻ്റെയും മകനായിട്ട് കുന്നംകുളത്താണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. കടിക്കാട്ട് CMLP ഹൈസ്കൂൾ പെരുമ്പലാവിലും പിന്നെ PM ഹൈസ്കൂൾ എന്നിവിടങ്ങളിലൊക്കെയാണ് അദ്ദേഹം ആദ്യം വിദ്യാഭ്യാസം നേടിയിരിക്കുന്നത്. പിന്നീട് ഗുരുവായൂർ പ്രശസ്തമായിരിക്കുന്ന ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് ബിരുദം നേടി. ഒപ്പം ഭാരതീയ വിദ്യാഭവനിൽ നിന്ന് ജേർണലിസത്തിൽ ഡിപ്ലോമയും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. 2023 ഭാഷാപോഷിണി മാസികയിൽ വേഷം എന്ന ആദ്യത്തെ കവിതയാണ് അദ്ദേഹത്തിൻ്റെത് പ്രസിദ്ധീകരിച്ചത്. പിന്നീട് ഒരുപാട് ആനുകാലികകളിൽ അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുണ്ട്. B ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത കില്ലർ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് അദ്ദേഹം ഗാനരചയിതാവുന്നത്. അതുപോലെ പിന്നീട് അങ്ങോട്ട് ഒത്തിരി സിനിമകൾക്ക് അദ്ദേഹം ഗാനം എഴുതിയിട്ടുണ്ട്. അതിൽ 1983 ടു കൺട്രീസ്, ഒപ്പം ദി ഗ്രേറ്റ് ഫാദർ, CIA, മാസ്റ്റർ പീസ്, പൈപ്പിൻ ചുവട്ടിലെ പ്രണയം, രക്ഷാധികാരി ബൈജു, മിലി, കൂതറ, ഉദാഹരണം സുജാത, അങ്ങനെ ഒരുപാട് സിനിമകൾ. ഇത് കുറച്ച് ബാക്കോട്ടുള്ള ഒരു അപ്ഡേഷനാണ്. എന്നാലും അദ്ദേഹത്തിന് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ടൊവിനോൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, എനിക്ക് പടത്തിൻ്റെ പേര് ഓർമ്മയില്ല. അതിലൊക്കെ മനോഹരമായിരിക്കുന്ന പ്രണയഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് മലയാള സിനിമയ്ക്ക്. അപ്പം അദ്ദേഹത്തിൻ്റെ അത്രയും മനോഹരമായിരിക്കുന്ന ഗുരുവായൂരപ്പനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ആ വരികളിലൂടെയാണ് നമ്മുടെ കൃഷ്ണയാമം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. അപ്പം രാധാറാണിയുടെ മുഖം കാണുന്നില്ലേ? ഇപ്പോൾ ഓക്കെ ആണോ? ഇത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇവിടുന്ന് എനിക്ക് സ്ട്രെയിറ്റ് വ്യൂ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് സൈഡ് വ്യൂ ഇല്ല. സൈഡ് വ്യൂയും സ്ട്രെയിറ്റ് വ്യൂവും വേണമെന്ന് പറയുമ്പോൾ കുറച്ച് പ്രയാസമാണ്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ.
നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും ശ്രീമതി രാധാറാണിയും കിച്ചൂട്ടനും നമ്മളെ കാണുന്നുണ്ട്. ഓക്കെ. പിന്നെ മുകേഷ് ആയില്യം അവരുടെ വകയാണ് ഇന്ന് കിച്ചൂട്ടനും ശ്രീമതി രാധാറാണിക്കും ഹാരം അണിഞ്ഞിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. എന്നും കുറച്ചും കൂടെ ഡിഫറെൻറ്റ് ഹാരം ഇടണം എന്ന് എനിക്കിങ്ങനെ ആഗ്രഹം തോന്നാറുണ്ട്. പക്ഷേ നമുക്ക് നമ്മളായിട്ട് അങ്ങനെ പറയുന്നില്ല, ഇന്ന പൂക്കൾ വേണമെന്നൊന്നും പറയുന്നില്ല. അവരിങ്ങനെ കൊണ്ടുവരുന്നു, നമ്മളത് ഭഗവാനെ സമർപ്പിക്കുന്നു. പിന്നെ ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ എല്ലാവർക്കും അറിയാം, 9342494941. ദയവായി ഗുരുവായൂരിൽ വരുന്നവർ നേരത്തെ റൂം ബുക്ക് ചെയ്തിട്ട് വരിക. കാരണം നമുക്ക് പെട്ടെന്ന് വന്നിട്ട് റൂം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഭിക്കുന്ന കാര്യമല്ല. നമ്മുടെ റൂമിൻ്റെ ഫെസിലിറ്റീസ് എല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് പല ക്ലാസ്സുകളിലായിട്ട് ഇൻഫോം ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ക്ലാസ്സുകൾ മാത്രമല്ല, നിങ്ങളുടെ സേഫ്റ്റിയും കൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ റൂമിൽ നിന്ന് നമ്മുടെ മഞ്ജരീസിലൂടെ നിങ്ങൾക്ക് റൂം എടുക്കുകയാണെങ്കിൽ ഫുഡിനായാലും മറ്റൊരു ആവശ്യത്തിനും നിങ്ങൾക്ക് പുറത്ത് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്യുവർ വെജിറ്റേറിയൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. റൂമിൽ തന്നെ നമ്മൾ ഡോർ ഡെലിവറി ചെയ്യുന്നതായിരിക്കും. പിന്നെ 5 പേർക്കും 3 പേർക്കും 2 പേർക്കും ഒക്കെ താമസിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വെൽ ക്ലീൻ ആയിട്ടുള്ള റൂംസ് തന്നെയാണ് മഞ്ജരീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. കഴിയുന്നതും മഞ്ജരീസിലേക്കുള്ള കോൾസും മെസ്സേജും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 7:30 ടു ഈവനിങ് 7:30 ആണ്. ആ ടൈമിന് ഇടാൻ ശ്രമിക്കുക, ആ സമയത്ത് വിളിക്കാൻ ശ്രമിക്കുക. അതർവൈസ് എനിക്കും കുറച്ച് ബിസി ഷെഡ്യൂളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കോൾസും മെസ്സേജും അറ്റൻഡ് ചെയ്യാൻ പറ്റാതാകുമ്പോൾ വിഷമമുണ്ട്. പിന്നെയും കുറേ മെസ്സേജസ് പെൻഡിങ് ആണ്. ഞാനത് എത്രയും പെട്ടെന്ന് നോക്കിയിട്ട് റിപ്ലൈ തരാം. ഇനി വരുന്ന മാസങ്ങൾ കുറച്ചും കൂടെ നമുക്ക് ക്രൂഷ്യൽ സിറ്റുവേഷനാണ് ഗുരുവായൂർ റൂമിൻ്റെ കാര്യത്തിൽ. കാരണം ഇപ്പം വിഷു വരുന്നു, പിന്നെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ എക്സാം ആവുന്നു. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ എന്താ പറയുക, നേരത്തെ തന്നെ റൂം ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ ഇന്ന് ഗുരുവായൂർ മഞ്ജരീസിന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. ആധികാരികമായിട്ട് അതിൻ്റെ സന്തോഷം എന്താണെന്നുള്ളത് ഇനി വരുന്ന ക്ലാസ്സുകളിൽ എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളെ അറിയിക്കാം. മഞ്ജരീസിനെ ഗുരുവായൂരപ്പൻ കരം പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ ഓരോരോ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടുമ്പോൾ അതിലൊരുപാട് സന്തോഷം തോന്നുന്നു. പിന്നെ ഒരാളുടെ കമൻ്റ് ഉണ്ടായിരുന്നു, രാവിലെ 5:30 ലൈവിൽ വരാൻ ശ്രമിക്കുക എന്നുള്ളത്. ലൈവ് എടുക്കുക, മെസ്സേജ് നോക്കുക എന്നുള്ളത് മാത്രമല്ല എൻ്റെ ജോലി. അതിനപ്പുറത്തേക്ക് എനിക്കും എൻ്റേതായ ഒരു പ്രൊഫഷനുണ്ട്, വീടുണ്ട്, വീട്ടിലെ ചുമതലകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നമ്മൾക്ക് സമയങ്ങൾ കണ്ടെത്തി മാക്സിമം ഞാൻ എൻ്റേതായ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ലൈവ് എടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ 21-ാം തീയതിയോ മറ്റോ ഈ മാസം ഗുരുവായൂർ കൊടിയേറ്റാണ്. അപ്പം ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് ദയവായി നേരത്തെ റൂംസ് ബുക്ക് ചെയ്യണം. അറ്റ് ദ ടൈം നിങ്ങൾ വിളിച്ചിട്ട് മാതാജി എന്തെങ്കിലും ചെയ്തു തരൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്തു തരാൻ പറ്റില്ല, ഞാൻ ഹെൽപ്ലെസ് ആയിരിക്കും. ആ സമയത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല, നേരത്തെ ബുക്ക് ചെയ്യുക. ഇപ്പം തന്നെ നിങ്ങൾ കഴിയുന്നതും വിഷുവിനൊക്കെ ഉള്ളത് ഇപ്പം തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓൾറെഡി നമുക്ക് വിഷുവിനൊക്കെ നല്ല റൂം ബുക്കിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഗുരുവായൂർ മഞ്ജരീസിൻ്റെ വിഷു പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനും എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക. പിന്നെ 2 കാര്യങ്ങൾ ക്ഷേത്രത്തിൻ്റെത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു ക്ഷേത്രത്തിൽ അന്നദാനത്തിൻ്റെത്, എടക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അതിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം കളക്ഷനും എടുത്ത് തുടങ്ങിയിട്ടില്ല, എടുക്കണം, കുറച്ചൊക്കെ എടുത്തു. പിന്നെ പുതിയാപ്പ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ സപ്താഹത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു റിക്വസ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും എന്താ പറയുക, ഇപ്പോൾ 11-ാം തീയതിയോ ഒരു 12-ാം തീയതിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. തെറ്റി പറഞ്ഞു പോയതാണ് ഇന്നലെ ലൈവിൽ മാർച്ച് എന്നുള്ളത്. അപ്പം എത്രയും പെട്ടെന്ന് അതിനുവേണ്ടിയുള്ള കോൺട്രിബ്യൂഷനും കൂടെ എത്തിക്കണം. ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നതല്ല. പക്ഷേ ഇതിനിടയിൽ നമുക്കൊരു വളരെ വിഷമമുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ചേർത്തലയിൽ നമ്മുടെ മഞ്ജരീസിലൂടെ ക്ലാസ് കാണുന്ന ഒരു ഫാമിലി, അവരുടെ ഹസ്ബൻഡ് തളർന്നു കിടപ്പാണ്. അവരുടെ ആ മാതാജിയാണ് ഹസ്ബൻഡിനെ നോക്കുന്നത്. കാരണം തളർന്നു കിടക്കുന്ന ഒരാളെ ട്രീറ്റ് ചെയ്യാൻ എന്തായാലും ഒരാൾ കൂടെ വേണം അല്ലേ. അപ്പം എന്താ പറയുക, അവർ ടു ബി ഫ്രാങ്ക്ലി പട്ടിണിയാണ്. അപ്പം അവരുടെ മകന് ചെറിയ കുട്ടിയാണ്. അപ്പം ആ കുട്ടി ഇനിയിപ്പം വെക്കേഷൻ ടൈമിന് വീട്ടിൽ കാണും. മാർച്ച്, ഫെബ്രുവരി കഴിയാറായി, മാർച്ച്, ഏപ്രിൽ, മെയ്. അത് കഴിയുമ്പോഴേ ഇനി ആ മാതാജിക്ക് എവിടെയെങ്കിലും ജോലിക്ക് പോകാൻ സാധിക്കൂ. അപ്പം മഞ്ജരീസിലൂടെ തന്നെ ഞാൻ എന്തെങ്കിലും ഒരു ജോലി ആ മാതാജിക്ക് കൊടുക്കാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടിയന്തരമായിട്ട് എനിക്ക് അവർക്ക് ഒരു ചാക്ക് അരിയും ബാക്കി വീട്ടു സാധനങ്ങളും എല്ലാം എത്തിക്കണം. കാരണം 5-10 കിലോ അരി കൊണ്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം
അവർ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻ ദിവ്യ മാതാജി, വേറെ 2 പേരും കൂടെ, അവർ പെരുമ്പളം എന്ന് പറയുന്ന ഒരു ദ്വീപിലാണ് താമസിക്കുന്നത്, ചേർത്തല അപ്പുറത്ത്. അപ്പോൾ അവിടെ ബോട്ടിലൊക്കെ പോകണം. ദിവ്യ മാതാജി റെഡിയാണ് പോകാൻ. ഒരുപാട് നന്ദി ദിവ്യ മാതാജി, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെന്നൈയിൽ നിന്ന് അത്ര വഴിയകലത്തേക്ക് വരേണ്ടി വന്നേനെ. അപ്പം സാധനങ്ങളെല്ലാം നമുക്ക് കളക്ട് ചെയ്ത് അവിടെ എത്തിക്കണം. എല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ആ ഒരു കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാം. നമ്മളെല്ലാവരും കഴിക്കുമ്പോൾ കുടിക്കുമ്പം അവർ മാത്രം ഭക്ഷണം ഇല്ലാതെ ആ ഒരു തളർന്ന മനുഷ്യനും ആ മാതാജിയും ആ കുട്ടിയും ആ വീട്ടിലിരിക്കുമ്പം അതെനിക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നു. അപ്പം കലാദേവി മാതാജിയുടെ ആ ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് മഞ്ജരീസ് ഒന്നടങ്കം ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ ഞാൻ ആത്മാർത്ഥമായി റിക്വസ്റ്റ് ചെയ്യുകയാണ്. എനിക്ക് 2 ദിവസത്തിനുള്ളിൽ ആ ഒരു കുടുംബത്തെ രക്ഷിക്കണം. അതുപോലെ നമ്മുടെ ക്ഷേത്രങ്ങളിലേക്ക്, ഈ 2 ക്ഷേത്രങ്ങളിലേക്ക് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് മാക്സിമം ലൈവ് ഷെയർ ചെയ്യുക. മാക്സിമം എന്താ പറയുക, നമുക്ക് ഈ 3 കാര്യങ്ങൾക്കും ചെയ്തു കൊടുക്കണം. നമ്മുടെ മുമ്പിൽ ചാരിറ്റി ഇങ്ങനെ കിടക്കുകയാണ്, പക്ഷെ നമുക്കങ്ങനെ ഒരു ബേസിക് ഫണ്ടൊന്നുമില്ല, അത്രയും വലിയൊരു ട്രസ്റ്റുമല്ല. നമ്മൾ അറ്റ് ദ ടൈം കളക്ട് ചെയ്താണ് നമ്മൾ ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമർ പ്രഭുവിനൊക്കെ അറിയാം. അമറിൻ്റെ അക്കൗണ്ടിലേക്കായിരുന്നു ലാസ്റ്റ് ടൈം ഞാൻ കോഴിക്കോടുള്ള ഒരു മാതാജിക്ക് വീട്ടു സാധനങ്ങൾ എത്തിച്ചു കൊടുത്തത്. അപ്പം നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരും കഴിക്കണം. നമ്മൾ സമാധാനമായിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരും സമാധാനമായിരിക്കണം. ഭക്തി കാണിക്കേണ്ടത് ഒരു പ്രഹസനമായിട്ടല്ല, മനുഷ്യനെ തിരിച്ചറിയുന്ന അവസ്ഥയിലാണ് ഭക്തി ഉടലെടുക്കുന്നത്. അങ്ങനെ ആയിരിക്കണം മഞ്ജരീസ്, അതാണ് മഞ്ജരീസ്. അപ്പം അതുകൊണ്ട് ദയവായി നമ്മളെ മഞ്ജരീസുമായിട്ട് നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ എല്ലാവരും ഒരേ മനസ്സോടെ നിൽക്കുക. മഞ്ജരീസിലുള്ള ആർക്ക് എന്ത് പ്രയാസം വന്നാലും മഞ്ജരീസ് കൈവിടില്ല, ആവും പോലെ നമ്മൾ ചേർത്ത് പിടിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. മറ്റ് വിശേഷങ്ങളൊന്നുമില്ല. ഡെയിലി രാവിലെ ക്ലാസ് പോകുന്നു. ജയമ്മ ഒന്ന് നമ്മുടെ ദിവ്യ മാതാജിയെ കോണ്ടാക്ട് ചെയ്യും. അപ്പം രാത്രിയിലും ക്ലാസ് പോകുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് രാത്രിയിൽ ക്ലാസ് എടുക്കുന്നില്ല, ഓരോരോ തിരക്കുകൾ കൊണ്ടാണ്, ക്ഷമിക്കണം. അപ്പം നമുക്ക് ഇന്ന് നിങ്ങൾക്ക് വലിയൊരു ടാസ്ക്കാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. എത്ര സമയമില്ലെങ്കിലും എനിക്കതിനുള്ള ആൻസർ കിട്ടണം. ക്ലാസ് വേറെ, ഫ്രണ്ട്ഷിപ്പ് വേറെ, റിലേഷൻഷിപ്പ് വേറെ, എല്ലാം വേറെ. അപ്പോൾ പറയൂ, ഗുരുവായൂർ മഞ്ജരീസിലൂടെ കൃഷ്ണയാമത്തിൽ മഹാഭാരതം ക്ലാസ്സിൽ ഏത് പർവ്വത്തിലേക്കാണ് നമ്മൾ അടുത്തത് പോകുന്നത്? ലാസ്റ്റ് പർവ്വം ഏതായിരുന്നു? ഞാൻ വെറുതെ ക്ലാസ് എടുത്ത് പോയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ളത് എനിക്കറിയണം. അതുപോലെ നിങ്ങളത് എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്നുള്ളത് അറിയണം. അതിന് എനിക്ക് നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനൊന്നും ഒരു നിവൃത്തിയില്ല. നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും ഭാഗവതവും ഗീതയും മഹാഭാരതമൊക്കെ ഉണ്ട്. എല്ലാം വളരെ മിടുക്കന്മാരാണ്. അപ്പം നിങ്ങളതെല്ലാം നോക്കി തന്നെ മാതാജി ഇതാണ് അതാണ് എന്നൊക്കെ എനിക്ക് പറഞ്ഞുതരും. ഇതൊക്കെ എനിക്കറിയാം. അപ്പം അതുകൊണ്ട് പർവ്വം ഏതാണെന്ന് പറയും. ഞാൻ മനഃപൂർവ്വമാണ് ഇന്ന് ലൈവ് ഉണ്ടെന്ന് പറയാതിരുന്നത്. നോക്കട്ടെ ആരാണ് പറയുന്നത്. ഞാൻ ലാസ്റ്റ് പറഞ്ഞിരുന്നു ശല്യപർവ്വം. ഞാനൊരു ശല്യമാണ് എന്നാണോ ദിവ്യ അതിലൂടെ ഉദ്ദേശിച്ചത്? ഇനി ദിവ്യ ആൻസർ പറയരുത്. മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടും. ആരാണ് പറഞ്ഞത് ശല്യപർവ്വമാണ് ഞാൻ എടുക്കാൻ പോകുന്നതെന്ന്? വിജയ് പ്രഭു അടുത്ത അടിക്ക് റെഡിയായല്ലോ. ആരാണ് പറഞ്ഞത് ഞാൻ ശല്യപർവ്വമാണ് എടുക്കാൻ പോണേന്ന്? ചാൻസ് ഇല്ല. നിങ്ങളൊക്കെ ഇപ്പോഴും ശല്യപർവ്വത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതൊക്കെ കഴിഞ്ഞത് അറിഞ്ഞൂടെ? ആരത്? ശ്രീദേവി ശശിധരൻ മാതാജി. ശല്യപർവ്വം തീർന്നു, ഇനി അടുത്ത പർവ്വം. അത് കലക്കി അഞ്ജല മാതാജി. ഗ്രേറ്റ്, നല്ല ആൻസർ. ശല്യപർവ്വം കഴിഞ്ഞു, ഇനി അടുത്തൊരു പർവ്വം. അത് ഏത് പർവ്വമെന്നൊന്നും അറിഞ്ഞൂടാ. സൗപ്തീക പർവ്വം, അതാണ് ഇനി എടുക്കാൻ പോകുന്നത്. എന്താണ് സൗപ്തീക പർവ്വം? എന്താണ് ഇങ്ങനെയൊക്കെ ഓരോ പേരില്ലേ, നമ്മുടെ വായിക്കൊള്ളാത്ത കുറേ പേരുകൾ. സൗപ്തീകം. ഓക്കെ, മനസ്സിലായല്ലോ? സൗപ്തീകം. അശ്വത്ഥാമാവിൻ്റെ പ്രതികാര ബുദ്ധിയെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അശ്വത്ഥാമാവിന് ഏതാണ്ട് നിങ്ങൾക്കറിയാലോ, ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ദ്രോണാചാര്യർ എല്ലാവരുടെ കാര്യവും ഒരുവിധം സെറ്റിലായി. ദുര്യോധനനൊക്കെ എന്താ പറയുക, തറയിൽ കിടക്കുകയാണ്. ഓർക്കുന്നുണ്ടോ? ഭീമൻ ദുര്യോധനൻ്റെ നെഞ്ചത്തും തലയ്ക്കുമൊക്കെ ചവിട്ടി ഒരു വഴിയാക്കി സൈഡിലിട്ട് വെച്ചിരിക്കുകയാണ് ദുര്യോധനനെ. എന്നിട്ടും ദുര്യോധനന് അഹങ്കാരം തീരുന്നില്ല, അല്ലേ?
ഓക്കെ, അതിന് മുമ്പേ എനിക്കൊരു കാര്യം അറിയാനുണ്ട്, ക്ഷമിക്കണം കേട്ടോ, ടൈം കളയില്ല. വിഷ്ണു മാരാർ, എങ്ങനെയുണ്ടായിരുന്നു പുതിയ ജോലിയൊക്കെ? സന്തോഷമാണോ? ഹാപ്പിയാണോ? ചുറ്റുപാടുകളൊക്കെ ഇഷ്ടപ്പെട്ടോ? കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഓക്കെ ആണോ? മെസ്സേജ് ഇടും. മഹാഭാരതം ഞാൻ തരാം, ഈ ക്ലാസ് എടുക്കുന്ന മഹാഭാരതം തന്നെ അയച്ചു തരാം. എത്ര പേർക്ക് വേണം എന്നുള്ളതൊന്ന് ഓർഡർ തന്നാൽ ആ മഹാഭാരതം ഞാൻ അയച്ചു തരാം. കാരണം ഇത് 2 വോളിയമാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 350 380 ആണെന്ന് തോന്നുന്നു. ഇതിൽ 350 ആണ്. ഇനിയിപ്പം ഇത് കുറേ വർഷം മുമ്പ് വാങ്ങിച്ചാണ്. ഇനിയിപ്പം ഓക്കെ മാറാം. ഇനിയിപ്പോൾ അതിൻ്റെ റേറ്റ് എന്തെങ്കിലും ഒരു 20 റുപ്പീസോ 30 റുപ്പീസോ കൂടിയോന്ന് അറിയില്ല. എന്തായാലും ഇതിൻ്റെ ഫ്രണ്ടിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കാണുന്നത് 350 എന്നാണ് ഒരു വോളിയത്തിന്. ഇനി ഒരെണ്ണം 380 ആണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു 500 ഉള്ളിൽ. അപ്പം ആവശ്യമുള്ളവർ എനിക്ക് മഞ്ജരീസിലേക്ക് 9342494941 എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചു തരിക. അപ്പോൾ ഞാൻ ഈ മഹാഭാരതം ഓർഡർ ചെയ്ത് വരുത്തിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ബാക്കി നിങ്ങൾക്ക് പെൻഡിങ്ങുള്ള എല്ലാ ബുക്സും ഞാൻ ഇവിടുന്ന് നാളെ മറ്റന്നാളായിട്ട് അയക്കും. ക്ലിയർ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ദുര്യോധനൻ്റെ അഹങ്കാരം ചില്ലറയൊന്നുമല്ല. എങ്ങനെയെങ്കിലും ദുര്യോധനന് എന്താണ്, പാണ്ഡവരെ നശിപ്പിക്കണം. അവസാന ശ്വാസം വരേക്കും ദുര്യോധനൻ്റെ ആവശ്യവും എന്താ പറയുക ഉദ്ദേശവും അത് തന്നെയായിരുന്നു. എന്നാൽ അത് നടക്കില്ല. കാരണം എന്താണ്, പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന അഖിലകോടി ബ്രഹ്മാണ്ഡ നായകൻ ആരുടെ കൂടെയുണ്ട്? പാണ്ഡവരുടെ കൂടെയുണ്ട്. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ യഥോ ധർമ്മ തഥോ ജയ. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ് വിജയമുള്ളത്. ധർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. ശ്രീ ഭഗവാൻ എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട്. അപ്പം പിന്നെ കുരുവംശത്തിലുള്ളവർ ആ ഒരു വിജയം ആഗ്രഹിക്കുന്നത് വളരെ വിഡ്ഢിത്തരമാണ്. ക്ലിയർ? അങ്ങനെ ദുര്യോധനന്റെ അടുത്ത് നിന്ന് ആരാ പോകുന്നത്? അശ്വത്ഥാമാവും കൃപനും കൃതവർമാവും കൂടെ എന്താണ്, നേരെ എവിടേക്ക് പോയി? യുദ്ധക്കളത്തിലേക്ക് പോയി. അവിടെ ആരുമില്ല. ആ യുദ്ധക്കളം വളരെ ശൂന്യമായി കിടക്കുകയാണ്. നേരെ അവർ അവിടെ കെട്ടിവെച്ചിരിക്കുന്ന ശിബിരത്തിന്റെ അടുത്തേക്ക് പോയി. ആരൊക്കെ പോകുന്നത്? അശ്വത്ഥാമാവ്, കൃപൻ, കൃതവർമാവ് 3 പേരും കൂടെ ചെന്നു. ഉള്ളില് കുറച്ച് പേടിയോടുകൂടിയാണ് അവർ ആ ശിബിരത്തിന്റെ ഉള്ളിൽ കയറുന്നത്. ഈ 3 പേരും ശിബിരത്തിൽ നിന്ന് പാണ്ഡവരുടെ ഭയങ്കരമായ വിജയിച്ചതിന്റെ ഒരു ശബ്ദം, കോലാഹലം അവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം പാണ്ഡവർ വിജയിച്ചു, ദുര്യോധനൻ വീണു, എല്ലാവരും വീണു. അപ്പം എന്താ പറയാ, പാണ്ഡവരുടെ ആ ഒരു വിജയത്തിന്റെ ആഹ്ലാദത്തിന്റെ ഒരു ശബ്ദം കേട്ടിട്ട് ഇവരിങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അവർ കുറച്ച് ദൂരെ ഒരു ആലിന്റെ ചുവട്ടിൽ പോയിട്ട് അശ്വത്ഥാമാവും കൃപനും കൃതവർമാവനും കൂടെ കുറച്ചുകൂടെ ഒന്ന് വിശ്രമിച്ചു. കാരണം പാണ്ഡവരങ്ങോട്ട് ഭയങ്കര സെലിബ്രേഷനാണ്, വിജയിച്ചു എന്നുള്ള സെലിബ്രേഷൻ. കൃപനും കൃതവർമാവും കൂടി നല്ല ക്ഷീണമായത് കാരണം കിടന്നുറങ്ങിപ്പോയി. അപ്പോൾ അശ്വത്ഥാമാവിനാണെങ്കിൽ ഉറക്കം വരുന്നേയില്ല. കാരണം എങ്ങനെയെങ്കിലും ഇവരുടെ അഹങ്കാരം ഒന്ന് തീർക്കണം. ദുര്യോധനൻ ഈ ഗതി വന്നല്ലോ. അങ്ങനെ പല ചിന്തകളാണ് അശ്വത്ഥാമാവിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. നമ്മൾക്കാണെങ്കിലും മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ വന്നാൽ ഉറങ്ങാൻ പറ്റില്ല, അല്ലേ? അപ്പം ആസ് ദ സെയിം ഇവിടെ അശ്വത്ഥാമാവിൻ്റെ മനസ്സും വളരെയധികം കലുഷിതമാണ്. അദ്ദേഹം ഉറങ്ങുന്നില്ല. കൃപനും കൃതവർമാവും കുറച്ച് ക്ഷീണം ഉള്ളതുകൊണ്ട് സുഖമായി കിടന്നുറങ്ങി. അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അശ്വത്ഥാമാവ് എങ്ങനെയെങ്കിലും പാണ്ഡവരെ അങ്ങ് മുഴുവനായിട്ടും നശിപ്പിക്കണം. ഒരു തരത്തിലും ഈ പാണ്ഡവരെ വെറുതെ വിടരുത്. ഇത്രത്തോളം നാശനഷ്ടങ്ങൾ കുരുവംശത്തിന്റെ സൈഡിലുണ്ടായി, കൗരവന്മാരുടെ ഭാഗത്തുണ്ടായി. എന്നാലും അശ്വത്ഥാമാവിന് പാണ്ഡവരോട് ആ ഒരു പക തീരുന്നില്ല. എത്ര പേരുണ്ട് ലൈവില്? ഒന്ന് കമന്റ് ചെയ്യും, എനിക്ക് കാണുന്നില്ല. ഇത്രയും കേട്ടപ്പം നമ്മുടെ ധൃതരാഷ്ട്രക്ക് അങ്ങോട്ട് ദുഃഖം സഹിക്കാൻ പറ്റുന്നില്ല. ദുര്യോധനൻ പോലും വീണു എന്നറിഞ്ഞപ്പോഴേക്കും, എത്രയായാലും അച്ഛൻ തന്നെയാണ്, അല്ലേ? ധൃതരാഷ്ട്രം അങ്ങ് വല്ലാതെ വിഷമിച്ചു. അദ്ദേഹം അങ്ങ് ദുഃഖം സഹിക്കാൻ പറ്റാതെ കരയാൻ തുടങ്ങി. ധൃതരാഷ്ട്രം സത്യത്തിൽ അദ്ദേഹത്തിന്റെ പിടിപ്പുകേട് തന്നെയാണ് ഇത്രയും വലിയൊരു യുദ്ധവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. കാരണം അദ്ദേഹം ശാസിക്കേണ്ട രീതിയിൽ മക്കളെ ശാസിക്കാതെ വന്നത്, അനാവശ്യമായിരിക്കുന്ന കുറേ സപ്പോർട്ട് മകന് കൊടുത്തതാണ് പ്രശ്നമായത്. നമ്മളും നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള അനാവശ്യ സപ്പോർട്ട് കൊടുക്കാതിരിക്കണം. അവരെ നിർത്തേണ്ടടുത്ത് നമ്മൾ നിർത്തിയിരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ മഹാഭാരതത്തിലൂടെ പഠിക്കുന്നത്.
മനസ്സിലായില്ലേ? വെറുതെ ദുര്യോധനന്റെയും കൃതവർമാവിന്റെയും അശ്വത്ഥാമാവിന്റെയും കഥകൾ കേട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ കുട്ടികളെ നിർത്തേണ്ടടുത്ത് നിർത്തണം. അവർക്ക് കൊടുക്കേണ്ട ഫ്രീഡം മാത്രം കൊടുത്താൽ മതി, അല്ലാത്ത ഫ്രീഡം ഒന്നും നമ്മൾ കൊടുക്കണ്ട. ഓക്കെ? അദ്ദേഹം സഞ്ജയനോട് പറയാണ്. സഞ്ജയൻ വന്നിട്ട് ധൃതരാഷ്ട്രയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് നമ്മുടെ ധൃതരാഷ്ട്ര വല്ലാതെ വിഷമിച്ച് വേദനിച്ച് എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ കരയുന്ന സമയത്ത് സഞ്ജയനോട് ധൃതരാഷ്ട്ര പറയണം, അല്ലയോ സഞ്ജയ, ഭീമൻ ചെയ്തത് വലിയ അക്രമമായി പോയി. എൻ്റെ മക്കളെ എല്ലാം കൊന്നത് അവനാണ്, ആ ഭീമൻ. അവസാനം ചതിച്ചുകൊണ്ട് അവൻ ദുര്യോധനനെയും കൊന്നു. ഇനി എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്? എൻ്റെ ഹൃദയം വലിയൊരു കാരിരുമ്പ് പോലെയായി മാറിയിരിക്കുകയാണ്. 100 മക്കളും മരിച്ചു എന്ന് കേട്ടിട്ട് എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്നില്ലല്ലോ സഞ്ജയ. ഞാൻ ഇപ്പോഴും നെഞ്ചു പൊട്ടാതെ ജീവിക്കുന്നുണ്ടല്ലോ സഞ്ജയ. ഈ രാജ്യത്ത് രാജാവായിട്ടും രാജപിതാവായിട്ടും ജീവിച്ച ഞാൻ ഇനി പാണ്ഡുപുത്രന്റെ കീഴിൽ എങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്? എനിക്കറിയില്ല. ഞാൻ എങ്ങനെ ജീവിക്കും? 1, 2, 3, 4 മക്കളല്ല മരിച്ചത്, 100 മക്കളാണ് മരിച്ചിരിക്കുന്നത്. അല്ലയോ സഞ്ജയ, എൻ്റെ പുത്രന് മഹാനായ വിതുരരും മറ്റു ഗുരുക്കന്മാരും പറഞ്ഞതൊന്നും കേൾക്കാത്തത് കൊണ്ടാണ് ഈ ദുർവിധി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് സംഭവിച്ചത്. എഴുതിയെടുക്ക് ബിന്ദുമേ. രാവിലെയും ഞാൻ ഇതല്ലേ പറയുന്നത് ക്ലാസ്സിലാണെന്ന്. നമ്പർ എഴുതിയെടുക്കൂ. അധർമ്മം കൊണ്ട് എൻ്റെ ഉണ്ണിയെ കൊന്നവരോട് ദ്രൗണി എങ്ങനെയാണ് പകരം വീട്ടിയത്? അതും കൂടി ഞാൻ കേൾക്കട്ടെ. എനിക്കിനി അതും കൂടി കേട്ടിട്ട് വേണം ഈ ലോകത്ത് ഞാൻ ജീവിക്കണോ വേണ്ടേന്ന് ഞാൻ തീരുമാനിക്കുന്നത്. അത് കേട്ടപ്പോൾ നമ്മുടെ സഞ്ജയൻ വീണ്ടും പറഞ്ഞു, മഹാരാജാവേ, ഇപ്പോൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. എല്ലാം ആദ്യം ആലോചിക്കേണ്ടതായിരുന്നു, അല്ലേ? അത് നമ്മളെപ്പോഴും എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം ആലോചിക്കണം. ഒരു പ്രശ്നത്തിൽ പോയി തലവെച്ചിട്ട് നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. എന്തു ചെയ്യുന്നതിനേക്കാൾ മുമ്പേ നമ്മൾ ഒരു വട്ടം മനസ്സിരുത്തി ഒന്ന് ആലോചിക്കണം. ഇത് ചെയ്യണോ വേണ്ടേ? ഇത് ചെയ്താൽ ഇതിന്റെ പരിണിത ഫലം എന്തായിരിക്കും? ചില സന്ദർഭങ്ങളിൽ നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ പതറിപ്പോവാറുണ്ട്. വൈകാരികമായിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കരുത്. വിവേകപരമായിട്ട് വേണം നമ്മൾ തീരുമാനം എടുക്കാൻ. മനസ്സിലായില്ലേ? നാളിതുവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും തോൽവിക്കും കാരണം വൈകാരികമായിട്ടുള്ള നമ്മുടെ തീരുമാനങ്ങളാണ്. ഇനിയെങ്കിലും ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വൈകാരികമായിട്ട് നമ്മൾ തീരുമാനം എടുക്കരുത്. അമിത സന്തോഷം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ആർക്കും വാഗ്ദാനങ്ങൾ കൊടുക്കരുത്. അത് നമ്മൾക്ക് നിറവേറ്റാൻ പറ്റിയില്ലെങ്കിൽ ആ കൊടുത്ത ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്നേക്കും നമ്മുടെ ഒരു ശത്രുവായിട്ട് വരും. മനസ്സിലായില്ലേ? ഒരു ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും വേദനിച്ചുകൊണ്ട് നമ്മളൊരു തീരുമാനം എടുക്കരുത്. കാരണം ആ വികാരം പോയതിന് ശേഷം, നമ്മൾ അതിൽ നിന്ന് റിക്കവർ ആയതിനു ശേഷം മാത്രം നമ്മളൊരു തീരുമാനം എടുക്കണം. ക്ലിയർ? അല്ലാതെ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കരുത്. മനസ്സിലായില്ലേ? അപ്പോ സഞ്ജയൻ പറയാണ്, അങ്ങ് ഇപ്പൊ ഇതേക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. ഇതങ്ങ് ആദ്യം ആലോചിക്കണമായിരുന്നു, തുടക്കം ആലോചിക്കണമായിരുന്നു. ശ്രീ ഭഗവാൻ കൃഷ്ണൻ അങ്ങയോട് എത്രയോ വട്ടം ഒരു ഉടമ്പടിക്ക് വന്നു, അല്ലേ? കുറച്ച് ഗ്രാമങ്ങളെങ്കിലും കൊടുത്തിട്ട് ഈ വലിയ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞു. പാണ്ഡുപുത്രന്മാർക്കുള്ളത് അവർക്കും കൗരവവംശത്തിനുള്ളത് അവർക്കും കൊടുത്താൽ മതി, പ്രശ്നങ്ങൾ തീർന്നു. അത് അങ്ങ് ഇടപെട്ടിട്ട് അത് തീർക്കാമായിരുന്നു. പക്ഷെ അങ്ങ് അത് അന്ന് ചെയ്തില്ല. ഓക്കെ, എന്തായാലും ഞാൻ ഇനി മുന്നോട്ട് നടന്ന സംഭവങ്ങളെല്ലാം പറയാമെന്ന് സഞ്ജയൻ പറയാണ്. കേട്ടോളൂ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ദ്രൗണി ഇരിക്കുന്നതിനടുത്ത് മറ്റൊരു ആൽമരം കൂടി ഉണ്ടായിരുന്നു. അതിൽ അനേകം കാക്കകൾ വന്നിട്ട് കുറേ ശബ്ദം ഉണ്ടാക്കിയ ശേഷം രാത്രി എല്ലാവരും ഉറങ്ങിപ്പോയി. വളരെ കാക്കകൾ രാത്രി വളരെ സമയം ആ വൃക്ഷത്തിൽ ഇങ്ങനെ കഴിച്ചു കൂട്ടുന്നു. അങ്ങനെ വിശ്വാസത്തോടു കൂടി കാക്കക്കൂട്ടം ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ ഘോരമൂർത്തിയായിരിക്കുന്ന ഒരു കൂമൻ, കേൾക്കണം കേട്ടോ, അങ്ങനെ കാക്കകളെല്ലാം ഉറങ്ങിയ സമയത്ത് മൂർത്തിയായ ഒരു കൂമൻ അവിടേക്ക് പാഞ്ഞണയുന്നത് ആര് കണ്ടു? അശ്വത്ഥാമാവ് കണ്ടു. ഓക്കെ, ആ കാക്കയുടെ അന്തകൻ ആ ആലിൻ കൊമ്പത്ത് ചെന്നിരുന്നതിന് ശേഷം, അതായത് ഈ കൂമൻ ആലിൻ കൊമ്പത്ത് ചെന്നിരുന്നതിന് ശേഷം ഉറങ്ങിക്കിടക്കുന്ന അനവധി കാക്കകളെ
ഈ കൂമൻ കൊന്നു വീഴ്ത്താൻ തുടങ്ങി. കണ്ണിൽ കണ്ടവരെ എല്ലാം കൊന്നു വീഴ്ത്തുന്നത് കണ്ടപ്പോൾ അശ്വത്ഥാമാവ് ചിന്തിക്കുകയാണ്, ഈ കൂമൻ എനിക്ക് വലിയൊരു പാഠമാണ് പഠിപ്പിക്കുന്നത്. രാജാവിനോട് ഞാൻ പാണ്ഡവരെ എല്ലാം കൊല്ലുമെന്ന് സത്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ രാജാവെന്ന് പറയുന്നത് ആരാണ്? ദുര്യോധനനാണ്. പക്ഷേ നേരിട്ട് നിന്ന് യുദ്ധം ചെയ്താൽ എനിക്ക് ഒരു രക്ഷയും കിട്ടില്ല. ആർക്ക്? അശ്വത്ഥാമാവിന്. നേരിട്ട് നിന്ന് യുദ്ധം ചെയ്താൽ ഒരു രക്ഷയും കിട്ടില്ല. ഞങ്ങളെ 3 പേരെയും അവർ അനായാസേന വധിക്കും. ആരൊക്കെ? അശ്വത്ഥാമാവിനെയും കൃപനെയും കൃതവർമാവിനെയും ഒറ്റയടിക്ക് അങ്ങ് കൊന്നുകളയും. അതുകൊണ്ട് ഈ കൂമൻ കാക്കകളെ കൊന്നതുപോലെ അവരെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, പാണ്ഡവന്മാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വേണം ചതിച്ചുകൊണ്ട് അവരെ കൊല്ലാൻ. അശ്വത്ഥാമാവ് ചിന്തിക്കുകയാണ്, കൂമൻ വന്നിട്ട് കാക്കകൾ ഉറങ്ങുന്ന സമയത്താണ് കൊന്നത്. അപ്പൊ അതേപോലെ എന്ത് ചെയ്യണം? പാണ്ഡവന്മാര് ഉറങ്ങുന്ന സമയത്ത് വേണം. അശ്വത്ഥാമാവ് ചിന്തിക്കുകയാണ് അവിടെ ചെന്നിട്ട് അവരെ കൊല്ലാൻ. അതിൽ വലിയ ദോഷമൊന്നുമില്ല. പാണ്ഡവന്മാരെല്ലാം യുദ്ധത്തിൽ ഒരുപാട് ചതിയൊക്കെ പ്രയോഗിച്ചതല്ലേ. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ ചതിയിലൂടെ അവരുടെ കഥ കഴിക്കണം എന്നങ്ങ് തീരുമാനിച്ചു. ആരാണ്? അശ്വത്ഥാമാവ്. ഇങ്ങനെ ആലോചിച്ചിട്ട് അശ്വത്ഥാമാവ് എന്ത് ചെയ്തു? ഉറങ്ങിക്കിടക്കുന്ന കൃപനെയും കൃതവർമാവിനെയും ഒക്കെ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ തീരുമാനം. പാണ്ഡവന്മാരെ നമുക്ക് നേരിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. എന്ത് ചെയ്യാം? നമുക്ക് ചതിച്ചിട്ട് നമുക്ക് കൊല്ലാമെന്ന് പറഞ്ഞു. അവര് നമ്മുടെ രാജാവിനെ അധർമ്മത്തിലല്ലേ വധിച്ചത്, നമുക്കും തിരിച്ചാ അധർമ്മം തന്നെ അവരോട് കാണിക്കാം. അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നതിലൊന്നും തെറ്റില്ല. ഇങ്ങനെയല്ലാതെ ആയുധമില്ലാത്ത എൻ്റെ അച്ഛനെ കൊന്ന പാഞ്ചാലനോട് പകരം വീട്ടാൻ ഞാൻ ഒരു വഴിയും കാണുന്നില്ല. 11 അക്ഷൗണിയുടെ നാഥനായിരിക്കുന്ന രാജാവിനെ ക്ഷുദ്രനായിരിക്കുന്ന ഭീമൻ എത്ര എളുപ്പമാണ് കൊന്നിരിക്കുന്നത്. രാജാവിൻ്റെ തലയിൽ കാലുകൊണ്ട് ചവിട്ടി നിന്നതിന് നമ്മൾ പകരം ചോദിച്ചേ പറ്റൂ. പാണ്ഡവന്മാരെ വധിക്കുമെന്ന് ഞാൻ രാജാവിന് വാക്ക് കൊടുത്തിട്ടുണ്ട്, സത്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി തന്നെ ആ സത്യം എനിക്ക് പാലിക്കണം. അത് നിങ്ങളും അനുവദിക്കണം. നേരായ വഴിക്ക് നമുക്ക് പോകാൻ പാടില്ല. നമ്മൾ ചതിയിലൂടെ തന്നെ എന്തു ചെയ്യണം? അവരെ കൊന്നുകളയണം എന്ന് പറഞ്ഞു. ദ്രൗണിയുടെ വാക്കുകൾ കേട്ടപ്പം കൃപൻ പറഞ്ഞു, മഹാത്മാൻ, ഭവാൻ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. പക്ഷേ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അബദ്ധാ മാനുഷ സർവേ നിബന്ധ കർമ്മോണർദ്ധയ ദൈവേ പുരുഷാകാരേ ച പരം തത്താഭ്യം ന വിദ്യതേ നാഹി ദേവേന സിന്ധന്തി കാര്യനേ കേന സത്തമഃ ന ചാബി കർമ്മണൈകേന ദ്വാഭ്യം സിദ്ധൗസ്തു യോഗതേ. അതായത് മനുഷ്യരെല്ലാവരും ദൈവം, പുരുഷാകാരം എന്ന 2 എണ്ണത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവും പുരുഷാകാരവും എന്ന് പറയുന്ന 2 കാര്യങ്ങളാൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അവയിൽ ഒന്നുകൊണ്ട് മാത്രം കാര്യം സിദ്ധിക്കില്ല. എന്താണ്? അവയിൽ ഒന്നുകൊണ്ട് മാത്രം കാര്യം സിദ്ധിക്കില്ല. 2 കാര്യങ്ങളാൽ മനുഷ്യരെല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ദൈവം, പുരുഷാകാരം. 2ഉം കൂടി ചേരുമ്പോഴാണ് കാര്യസിദ്ധി ഉണ്ടാവുന്നത്. ഉദ്യമം വിട്ട ദൈവവും ദൈവം വിട്ട ഉദ്യമവും എല്ലായിടത്തും വെറുതെ ആയി പോവും. എത്ര സമർത്ഥരായ മനുഷ്യരായാലും ശരി, പ്രവർത്തികൾ എത്ര നന്നായി ചെയ്താലും പലപ്പോഴും അതിന് വേണ്ടതായ ഒരു മറുപടി നമുക്ക് കിട്ടില്ല, അല്ലെ? എത്ര കഴിവുള്ള ഒരു മഹത് വ്യക്തിയാണെങ്കിലും അവരെത്ര നന്നായിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താലും ചിലപ്പോൾ വിചാരിക്കുന്നൊരു ഫലം ലഭിക്കാറില്ല. കാരണം അതിൽ ദൈവാനുഗ്രഹമില്ല. ദൈവാനുഗ്രഹം ഉള്ള ഒരു കാര്യമാണെങ്കിലോ കൃത്യമായിട്ട് ആ ചെയ്ത കാര്യം നടക്കും, അതിനുള്ള ഫലവും ലഭിക്കും. എന്നാൽ ചില വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടത്ര മറുപടി നമുക്ക് കിട്ടില്ല. 2ഉം ഒന്നിച്ചുണ്ടാവണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും കറക്റ്റ് ആയിരിക്കണം, പ്രവൃത്തിയിൽ ദൈവാനുഗ്രഹവും കറക്റ്റ് ആയിരിക്കണം. ഇത് 2ഉം ഒരുമിച്ചുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന വിജയം നമുക്ക് ലഭിക്കും. സമർത്ഥരായിരിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ സുഖമായി ജീവിക്കാൻ കഴിയൂ. സാമർത്ഥ്യമില്ലാത്ത മനുഷ്യന്മാർക്ക് സുഖമായി ജീവിക്കാൻ കഴിയില്ല.
മടിയന്മാർക്ക് ഒരിക്കലും സുഖം ഉണ്ടാവില്ല. മടിയന്മാരെന്നും കാരണങ്ങൾ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. ഇന്ന് ചെയ്യേണ്ട കാര്യത്തിന് നാളെ, നാളെ ചെയ്യേണ്ട കാര്യത്തിന് മറ്റന്നാൾ, മറ്റന്നാൾ ചെയ്യേണ്ട കാര്യത്തിന് അതിൻ്റെ പിറ്റേ ദിവസം, ഇങ്ങനെ കാരണങ്ങൾ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും മടിയന്മാർ. ശക്നോതി ജീവിതും ദക്ഷോ നാലസ സുഖമേതഥാ ദൃശ്യന്തേ ജീവലോകേസ്മിൻ ദക്ഷാപ്രായോ ഹി ദൈഷിണ എന്ന് പറഞ്ഞാൽ, സമർത്ഥരായവര് ഈ ലോകത്തില് മറ്റുള്ളവരുടെ ഹിതൈഷികളായിരിക്കും, മറ്റുള്ളവരുടെ പ്രിയപ്പെട്ടവരായിരിക്കും. അതുകൊണ്ട് ദൈവത്തെ വണങ്ങിയിട്ട് എന്ത് കാര്യം ചെയ്യാൻ പോകുന്നതിനേക്കാളും മുൻപേ ദൈവത്തെ വണങ്ങി അവിടുത്തെ അനുഗ്രഹം വാങ്ങി ആലോചിച്ച്, ഹിതൈഷികളോട് ആലോചിച്ചിട്ട്, അതായത് നമ്മളെക്കാൾ മുതിർന്നവരോടും, ഹരേ കൃഷ്ണ അമ്മേ, നമ്മളെക്കാൾ മുതിർന്നവരോടും നമ്മുടെ ഗുരുക്കന്മാരോടും ഒക്കെ ആലോചിച്ചിട്ട്, ലോകമടിയനാണ് മോനെന്ന് ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. അതർവൈസ് നമ്മൾ എത്ര നന്നായിട്ട് ചെയ്താലും അതിനൊരു വിജയം ലഭിക്കില്ല. ഇതിന് വിപരീതമായി പ്രവർത്തിച്ചതാണ് ആര്? ദുര്യോധനൻ. ആരോടൊന്നും ചിന്തിക്കാതെ, ആലോചിക്കാതെ, ഒട്ടും കൊള്ളൂലാത്ത കുറെ ആൾക്കാരെയും കൂട്ടുപിടിച്ച് മറ്റുള്ളവരെ നശിപ്പിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയോടുകൂടി എന്ത് ചെയ്ത് ദുര്യോധനൻ ഇറങ്ങിത്തിരിച്ചു. അതാണ് ഇവിടെ ദുര്യോധനന് ഇത്രയും വലിയ ദുഃഖം നേരിട്ടത്. അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ നമ്മുടെ ജീവിതം എപ്പോഴും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കണം. ആപൃച്ഛതീച യശ്രേയ കരോതി ച ഹിതം വചഃ ഉദ്ധായോധായ ഹി സദാ പ്രവശ്ട്യാ വൃദ്ധസമ്മത എന്ന് പറഞ്ഞാൽ, ഈ വിഷയത്തില് വൃദ്ധരെ സേവിച്ച് ശ്രേയസ് ചോദിച്ചറിയണം. അല്ലെ, നമ്മളെപ്പോഴും നമ്മളെക്കാൾ മുതിർന്നവരോട് എല്ലാ കാര്യം ചെയ്യുന്നതിനേക്കാൾ മുൻപേ, ആ മുതിർന്നവരെന്ന് പറയുന്നത് വയസ്സിന് മാത്രം മുതിർന്നവരാവരുത്. വയസ്സിന് മാത്രം മുതിർന്നവരും ഉണ്ട് ചിലവര്. ലോകത്തെക്കുറിച്ച് ഒരു അറിവും ഉണ്ടാവില്ല. അവരിങ്ങനെ ഒരു വെള്ളത്തിലിട്ട ഇല പോലെ പോവും. എക്സാമ്പിൾ നമ്മുടെ ജയന്തിയമ്മ. ജയന്തിയമ്മ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ജയന്തിയമ്മയുടെ സർക്കിൾ എന്ന് പറയുന്നത് വീടാണ്. വീട്ടിലും മക്കള്, മരുമക്കള്, പേരക്കുട്ടി, പിന്നെ ജയന്തിയമ്മയുടെ വീണ. ഇതാണ് അമ്മയുടെ ലോകം. ഈ ലോകത്തിന്റെ അപ്പുറത്തേക്ക് അമ്മയ്ക്ക് ഒന്നും അറിഞ്ഞൂടാ. എന്താണ്, ഏതാണ്, എങ്ങനെയാണ്, എവിടെയാണ്, എന്തിനാണ് ഒന്നും അറിഞ്ഞൂടാ. ഫുൾ അച്ഛനാണ് നോക്കുന്നത്. മനസ്സിലായി? കാരണം അവരങ്ങനെ എന്താ പറയുക, കുറേ മക്കളില് ഇളയവളായി അങ്ങനെ വളർന്ന ഒരാളാണ്. കണ്ണ് കെട്ടി കാട്ടിൽ കൊണ്ടുവച്ചാൽ അങ്ങനെ നിൽക്കും. അതാണ് ജയന്തിയമ്മ. അപ്പം അങ്ങനെ നമ്മൾ ജീവിക്കരുത്. നമ്മളെപ്പോഴും കുറച്ച് സ്മാർട്ടായിരിക്കണം. ലോകത്തെ നമ്മളെപ്പോഴും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണം. നമ്മൾ മുന്നോട്ടെടുത്ത് വെക്കുന്ന ഓരോ കാലടികളിലും ആയിരക്കണക്കിന് ചതിക്കുഴികൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം. കഴിഞ്ഞു പോയതിലേക്ക് നോക്കിയിട്ട് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വരുന്ന വഴികളിൽ നമ്മുടെ മുമ്പിൽ ചിരിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും, നമ്മളെ പ്രശംസിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും, നമ്മുടെ നേരെ വിരൽ ചൂണ്ടാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും, പല വിഭാഗക്കാരുണ്ടാവും. ഒന്നിലും നമ്മുടെ മനസ്സ് പെട്ടുപോകരുത്. നമ്മളെ പ്രശംസിക്കുന്നവരുടെ മുമ്പിൽ നമ്മളങ്ങ് നെഞ്ചു വിരിച്ചു നിൽക്കുകയും, നമ്മളെ ചൂണ്ടുവിരലിൻ്റെ അറ്റത്ത് നിർത്തുന്നവരോട് നമ്മൾ വൈരാഗ്യ ബുദ്ധിയോടുകൂടി നിൽക്കുകയും, നമ്മളെ താണുവണങ്ങി നിൽക്കുന്നവർക്ക് മുമ്പിൽ നമ്മളങ്ങോട്ടേക്ക് ഈശ്വരന് പോലെ നിൽക്കുകയും, നമ്മളെ സന്തോഷിപ്പിക്കുന്നവൻ്റെ മുമ്പിൽ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക ഒന്നും ചെയ്യരുത്. ഒരു സമഭാവന എല്ലാവരോടും എല്ലാത്തിനോടും. മനസ്സിലായില്ലേ? ആ സമഭാവനയിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ലക്ഷ്യം ഇതൊന്നുമല്ല, നമ്മുടെ ലക്ഷ്യം ഭഗവാനാണ്. ഭഗവാനെ ലക്ഷ്യം വെച്ച് നമ്മൾ മുന്നോട്ട് പോവുക. ആ വഴികളിൽ പലതും ഉണ്ടാവും, പല സിറ്റുവേഷൻസ് ഉണ്ടാവും. അതിലൊന്നും നമ്മൾ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യരുത്. മനസ്സിലായില്ലേ? എല്ലാവരെയും നന്നാക്കി എല്ലാവരോടും നല്ല അഭിപ്രായം വാങ്ങിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോസിബിൾ, നടക്കാത്ത കാര്യമാണ്. നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തമായ നിലപാടുണ്ടാവണം. ആ നിലപാടിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെക്കാൾ പ്രായം കൂടിയവരാണെങ്കിലും ശരി, ചിലപ്പോൾ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആൾക്കാരുണ്ടാവും. അപ്പം കുറഞ്ഞ ആൾക്കാരിൽ നിന്നും നമുക്ക് പലതും പഠിക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഏട്ടൻ്റെ മോള് ലക്ഷ്മി, 2 കാലും തളർന്ന അവൾ, ഇന്നും കൂടെ അച്ഛൻ വിളിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, 2 കാലും തളർന്ന അവള് ഒരു 6 വയസ്സ് 7 വയസ്സൊക്കെ ആയിട്ടേയുള്ളൂ. അപ്പോഴേക്കും അവൾ കോഴിക്കോട് മേയറിൽ നിന്ന് ഒറ്റയ്ക്ക് സ്റ്റേജിൽ കയറി ഡാൻസ് കളിച്ചിട്ട് പ്രൈസ് മേടിച്ചു ലാസ്റ്റ് ടൈം. അതെങ്ങനെയെന്ന് നോക്കിയപ്പം അവൾ യൂട്യൂബിലൂടെ കണ്ടു പഠിച്ചതാണ്. അമ്മറിയാം, അവൾ യൂട്യൂബിലൂടെ അവൾ സ്വയം കണ്ടു പഠിച്ചതാണ് ആ ഡാൻസുകളൊക്കെയും. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, അവൾ നന്നായി ഡാൻസ് ചെയ്യും, ഏത് സ്റ്റെപ്പും.
ആ കാല് തളർന്ന് ഇപ്പോഴും നടത്തം ശരിയാവാത്തൊരു കുട്ടിയാണെന്നും കൂടി ആലോചിക്കണം. അതിലുപരി ഞാൻ ഇന്ന് വൈകിട്ട് 3-4 മണിക്ക് അവളെ എനിക്കൊരു ഓഡിയോ ഇട്ട് വെച്ചു. അപ്പം ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് അവളെ വിളിച്ചു. അപ്പം അച്ഛൻ എന്നോട് പറയാണ്, നീ ഒരു 4:30 മണി മുതൽ 8:30 മണി വരെ വിളിച്ച് അവളെ കിട്ടില്ല. ഞാൻ ചോദിച്ചാൽ അതെന്താ? അപ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു അമ്പലമുള്ള അറിയാമല്ലോ എല്ലാവർക്കും. അവളൊരു 4 മണിയാകുമ്പോൾ സ്കൂൾ വിട്ട് വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ അവൾ തന്നെ എടുത്തിട്ട് 4:30 മണിയാകുമ്പോഴത്തേക്ക് അച്ചച്ചാ ഞാൻ അമ്പലത്തിൽ പോവാന്നും പറഞ്ഞ് അങ്ങ് പോവും. അപ്പം ഞാൻ പറയും, മോളെ 4:30 മണിയായിട്ടുള്ളൂ, അവിടെ ആരും വന്നിട്ടില്ല, 6 മണി 6:30 മണിയാവും മോളെ അവിടെ എല്ലാവരും വരാൻ. അതൊന്നും സാരില്ല അച്ചച്ച, എനിക്ക് കുറച്ച് പണിയുണ്ട് എന്നും പറഞ്ഞ് അവൾ പോയിട്ട് ദിവസവും ആ അമ്പലത്തിൻ്റെ 2 സൈഡിലും കുറേ എന്താ പറയുക പൂക്കളൊക്കെ കിടക്കും. രാവിലത്തെ പൂക്കൾ, ചന്ദനത്തിരിയുടെ പാക്കറ്റ്, അത് ഇതൊക്കെ കിടക്കും. ഇതെല്ലാം പെറുക്കി 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 അവളൊരു കവറിലോ ബാസ്ക്കറ്റിലോ ഒക്കെ ഇട്ട് വെച്ച് ആ തേങ്ങ ഉടയ്ക്കുന്ന, നാളികേരം ഉടയ്ക്കുന്ന ആ കല്ലൊക്കെ തുണി വെച്ചൊക്കെ തുടച്ച് 5:30 മണി വരേക്ക് അവൾ അവിടെ ഇങ്ങനെ ആ അമ്പലപ്പറമ്പിലുണ്ടാവും. അച്ഛനും എന്നോട് പറഞ്ഞ കാര്യമാണ്, അമ്പലപ്പറമ്പിലുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇവളുടെ ഈ ആക്ടിവിറ്റീസ് കാണുമ്പോൾ കുട്ടിക്കാലത്ത് നിന്നെ എനിക്ക് ഓർമ്മ വരിക. അച്ഛൻ പറയാണ്, എന്നിട്ട് ഒരു 5:30 മണിയാകുമ്പോഴത്തേക്ക് അവിടെ ആൾക്കാരൊക്കെ വരുമ്പോഴേക്ക് ആള് 2 സ്റ്റെപ്പിൽ കയറി നിന്ന് അവിടുത്തെ മണിയടിക്കുന്നത് ആളാണ്. കാരണം മണിയടിച്ചാണ് ഇവർ നട തുറന്ന് കയറുന്നത്. അപ്പോൾ ആള് പുറത്തുള്ള മണിയടിക്കും. അതുപോലെ ഒരു 6:30 മണിയാകുമ്പോൾ ദീപാരാധന വരും. ദീപാരാധനയൊക്കെ കഴിയുമ്പം ആ ദീപാരാധനയ്ക്ക് അവക്ക് മണിയടിക്കാൻ വേണ്ടിയിട്ട് മണി താഴ്ത്തി കെട്ടിക്കൊടുത്തിരിക്കുകയാണ് അവർ. എന്നിട്ട് ആളാണ് ദീപാരാധനയ്ക്ക് നട തുറക്കുമ്പോൾ മണിയടിക്കുന്നത്. ഇടയ്ക്ക് അപ്പോൾ അവൾക്കൊന്ന് മൂത്രമൊഴിക്കണമെങ്കിലൊക്കെ വീട്ടിലേക്ക് വരും. അപ്പം അച്ഛൻ പറയണം, എന്നിട്ട് മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും കൈയും കാലും ഒക്കെ കഴുകിയിട്ടാണ് ആൾ വീണ്ടും പോകുന്നത്. അത് കഴിഞ്ഞ് 6:30 മണിക്ക് ദീപാരാധനയൊക്കെ കഴിഞ്ഞാൽ എല്ലാവർക്കും ഭസ്മം കൊടുക്കുമ്പം ആളാണ് ഭസ്മം കൊടുക്കാറ് എല്ലാവർക്കും. അവിടെ വരുന്നവർക്കൊക്കെ അവളെ വലിയ ഇഷ്ടമാണ്. ഇത്രയേ ഉള്ളൂ, ഒരു കുട്ടിയാണ് സാധനം. ഒക്കെ കൊടുത്തു കഴിഞ്ഞ് അവിടുന്ന് ഒരു പുല്ലുപായ കൊണ്ടുവന്നിട്ട് ആ സൈഡിലിട്ടിട്ട് പിന്നെ അവിടെ 8 മണി 8:30 മണി വരെ ഇരുന്നിട്ട് അമ്മേ നാരായണ ദേവി നാരായണ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. 8:30 മണിക്ക് ആളെത്തൂ, ഇനി നീ ആ സമയത്ത് വിളിച്ചാൽ മതിയെന്ന്. അങ്ങനെ അച്ഛൻ എനിക്ക് വൈകുന്നേരം വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു തന്നു ആളുടെ ആക്ടിവിറ്റീസ്. ശരിക്കും എനിക്ക് അത്ഭുതം തോന്നുന്നു. ഞാൻ എൻ്റെ ബ്രദറിൻ്റെ മോളെ പൊക്കി പറയുന്നതോ അല്ലെങ്കിൽ അവളെ ഞാൻ ഇതാക്കി പറയുന്നൊന്നുമില്ല. ആ ജീവാത്മാവിലേക്കാണ് ഞാൻ നോക്കുന്നത്. മനസ്സിലായില്ലേ? ആ ജീവാത്മാവിൻ്റെ ആ ഒരു കണക്ഷനെയാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വയം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിച്ചാൽ അതിന് നമ്മൾക്ക് എന്താ പറയുക, ഒരു നിമിഷം പോലും വേണ്ട. എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താം. നമ്മൾ ജീവിതത്തിൽ കരയില്ല എന്ന് തീരുമാനിച്ചാൽ നമ്മൾ കരയില്ല. ഒരു പ്രശ്നത്തിന് മുമ്പിലും നമ്മൾ പതറിപ്പോവില്ല എന്ന് തീരുമാനിച്ചാൽ പതറിപ്പോവില്ല. നമുക്ക് ചുറ്റുമുള്ള ഒരാളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. ഈ കാണുന്ന അച്ഛനും അമ്മയും ഭർത്താവും മകനും കുട്ടിയും കുടുംബവും കൂട്ടുകാരും ഒന്നും കാലാകാലം നമ്മുടെ കൂടെ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾക്ക് ആദ്യം വേണ്ടത് നമ്മുടേതായ ഒരു ഇൻഡിവിജ്വാലിറ്റി വേണം, ഒരു നിലനിൽപ്പ് വേണം. അതിന് വ്യക്തമായ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കണം. വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വേണ്ട, വേണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വേണം. മനസ്സിലായില്ലേ? ഇന്ന ആളുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, ഇന്ന ആളില്ലെങ്കിൽ ജീവിതം പോയി, അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. നമ്മളുടെ അപര്യാപ്തതയിലും ദിവസങ്ങൾ മറ്റുള്ളവർക്ക് മുന്നോട്ട് പോകും. നമ്മളില്ലെങ്കിലും ഈ ലോകം പോയി. ഇപ്പം ഞാനില്ലെങ്കിലും മഞ്ജരീസ് മുന്നോട്ട് പോകും. എൻ്റെ കാലം കഴിഞ്ഞാൽ ഈ മഞ്ജരീസ് അവിടെ സ്റ്റോപ്പ് ആവില്ല, അടുത്തൊരാൾ വരും. സോ നമ്മളെ കൊണ്ട് മാത്രമേ എല്ലാം നടക്കൂ, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത്. നമ്മളില്ലെങ്കിലും കാലം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ ജീവിതം എന്നും നമ്മൾ എന്ത് ചെയ്യണം? ഒരു പെർഫെക്റ്റ് സോണിൽ നിർത്തണം. പ്രതിസന്ധികളിൽ നമ്മൾ തളർന്നു പോകരുത്. നാളെ നേരം വെളുക്കുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് 1008 പ്രശ്നങ്ങളാണ്. എന്നാൽ ആ പ്രശ്നങ്ങളൊന്നും ഇന്ന് രാത്രി കിടക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല. ആ പ്രശ്നങ്ങളെ നമ്മൾ തരണം ചെയ്യണം. മഞ്ജരീസ് എന്തെല്ലാം പ്രശ്നങ്ങൾ തരണം ചെയ്ത ഇന്നിവിടം വരെ എത്തിയിരിക്കുന്നത്. ഒരു പ്രസ്ഥാനവും ഈ ഭൂമിയിൽ സ്മൂത്തായിട്ട് പോയിട്ടില്ല. ഒരു വ്യക്തിയും ജീവിതത്തിൽ കരയാതെ മുന്നോട്ട് പോയിട്ടില്ല, ഒറ്റപ്പെടാതെ മുന്നോട്ട് പോയിട്ടില്ല, ചീത്തപ്പേര് കേൾക്കാതെ മുന്നോട്ട് പോയിട്ടില്ല. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ബോൾഡായിട്ട് മുന്നോട്ട് പോവാം. കരഞ്ഞു പിടിച്ച് ഒരാളുടെ മുന്നിൽ അടിയറവ് പറയാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അനാവശ്യമായിരിക്കുന്ന ബന്ധങ്ങളൊന്നും ജീവിതത്തിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക. ഒരാളോട് ഒരാൾ സംസാരിക്കുമ്പോൾ തന്നെ അവരെ നമ്മൾ അളക്കാൻ ശ്രമിക്കണം. മനസ്സിലായില്ലേ? അവർ രജോ ഗുണത്തിലാണോ തമോ ഗുണത്തിലാണോ സത്വഗുണത്തിലാണോ എന്നുള്ളത് നമ്മൾ അളക്കണം. അതിനാണ് ഡെയിലി ക്ലാസ് എടുക്കുന്നത്. ഈ കഥകൾ ചുമ്മാ കേട്ട് പോകാനല്ല, നമ്മുടെ ജീവിതം മാറി മറിയാനാണ്.
നമ്മൾ ചിന്തിക്കണം, ഈ വരുന്ന വ്യക്തി, നമ്മളോട് സംസാരിക്കുന്ന വ്യക്തി, ഇവർ സത്വഗുണമാണോ, രജോ ഗുണമാണോ, തമോ ഗുണമാണോ? ചേച്ചി ഞാൻ വിളിക്കേച്ചി എന്ന് നമ്മൾ ചിന്തിക്കണം. ചിന്തിച്ച് വേണം നമ്മളോട് ഇടപെടാൻ. മനസ്സിലായില്ലേ? നമ്മൾ ഒറ്റയടിക്ക് അങ്ങോട്ടേക്ക് ഒരാളെ കാണുമ്പോഴേക്കും മുഴുവൻ സ്നേഹവും വാരിക്കോരി കൊടുത്ത് നമ്മൾ അടിയറവ് വെക്കരുത്. നമ്മളുടേതായ ജീവിത രഹസ്യങ്ങളൊന്നും ഒരു മനുഷ്യനോടും ഷെയർ ചെയ്യരുത്. നമ്മളെ മുതലെടുക്കാൻ ശ്രമിക്കും സമൂഹം. അത് സ്ത്രീകളായാലും ശരി, പുരുഷന്മാരായാലും ശരി. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ തലവെച്ച് കൊടുക്കരുത്. നമ്മൾക്ക് ഇല്ലായ്മകൾ ഉണ്ടെങ്കിൽ ആ ഇല്ലായ്മകൾ സ്വയം അധ്വാനിച്ച് നികത്താൻ ശ്രമിക്കാം. ഇനി മറ്റൊരാൾ നമ്മൾക്ക് ഒരു സഹായം ചെയ്താൽ കുറച്ചായെങ്കിലും ആ സഹായം നമ്മൾ തിരിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാം. ഒരാൾക്കും ബാധ്യതയോടുകൂടി നമ്മൾ ജീവിക്കേണ്ട. ഒരു ബാധ്യതയും നമുക്ക് വേണ്ട. എന്തിന്? തല ഇങ്ങനെ വെച്ചല്ല നമ്മൾ നടക്കേണ്ടത്, ഇങ്ങനെ വെച്ച് നടക്കണം. എൻ്റെ വല്യച്ഛൻ പറയാറുണ്ട്, നായയെ പോലെ ജനിച്ചാലും നരിയെ പോലെ മരിക്കണമെന്ന്. ശരിയല്ലേ? അല്ലാതെ നരിയെ പോലെ ജനിച്ചിട്ട് നായയെ പോലെ നമ്മൾ മരിക്കരുത്. മനസ്സിലായില്ലേ? ആ രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൃദ്ധരെ സേവിച്ചിട്ട് ശ്രേയസ് ചോദിച്ചറിയണം. മനസ്സിലായില്ലേ? നമ്മൾ മുതിർന്നവരെ എപ്പോഴും നമ്മൾ സേവിക്കണം. അവരെ നമ്മൾ അപമാനിക്കരുത്, വേദനിപ്പിക്കരുത്. നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മളെക്കാൾ മുതിർന്നവർ നമ്മളോട് പറയുന്നത്. നമ്മളത് ഇഷ്ടമല്ലെങ്കിൽ തർക്കിക്കാൻ നിൽക്കരുത്. ചിലവർക്ക് ഭയങ്കരം തർക്ക സ്വഭാവമാണ്. എനിക്കത് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. തർക്കിക്കരുത്. നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ക്ഷമിക്കുക, സഹിക്കുക. നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എടുക്കൂ. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കണം, ഒത്തിരി ഭക്ഷണം നമ്മൾ എടുത്തിട്ട് കഴിക്കില്ല, അല്ലേ? നമുക്ക് ആവശ്യമുള്ളതേ നമ്മൾ കഴിക്കൂ, ആവശ്യമില്ലാത്തത് നമ്മൾ മാറ്റിവെക്കും. ഇതേപോലെ ആവശ്യമുള്ളത് മാത്രം എവിടെ നിന്നായാലും നമ്മൾ സ്വീകരിക്കും. അല്ലാതെ ഒരാൾ പറഞ്ഞെന്നോർത്തിട്ട് കംപ്ലീറ്റ് എടുത്തിട്ട് അങ്ങോട്ട് സ്വീകരിക്കാൻ നിൽക്കരുത്. അത് നമ്മളുടെ വ്യക്തിത്വം തന്നെ നമ്മൾ അടിയറവ് വെക്കുന്നത് പോലെയാണ്. ക്ലിയർ? ഹിതം മനസ്സിലാക്കി ഉദ്യമിച്ച് വീണ്ടും വൃദ്ധന്മാരോട് ചോദിക്കുകയാണ് നല്ലത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു ഉപദേശം മാത്രമല്ല, നമ്മളൊരു 10 ഉപദേശം സ്വീകരിച്ചാലും വളരെ നല്ലതാണ്. 10 പേര് 10 കാര്യങ്ങൾ പറഞ്ഞു തന്നാലും ആ പറയുന്ന 10 കാര്യങ്ങളിൽ വെച്ച് ഓരോ പോയിന്റ് വെച്ചും നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നമ്മൾ നിരവധി ഉപദേശങ്ങൾ സ്വീകരിക്കണം. അല്ലാതെ നീ ആരാ എന്നെ പഠിപ്പിക്കാൻ? എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും, എൻ്റെ കാശ്, എൻ്റെ വീട്, എൻ്റെ ജോലി, എൻ്റെ കാര്യം, അത് ഞാൻ ചെയ്യും. ഇത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പലരും എനിക്ക് പല ഒപ്പീനിയൻസ് തരാറുണ്ട്. ഈ പല ഒപ്പീനിയൻസും ഞാൻ അതുപോലെ കേട്ട്, ശരിയാണ്, ഇന്ന കാര്യം ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം, അതിലൊരു കഴമ്പുണ്ട് അവർ പറയുന്നതിൽ, അത് കറക്റ്റാണ്. കാരണം എന്താണെന്നറിയോ? നിങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. നിങ്ങളില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ക്ലാസ് എടുക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഇമ്പോർട്ടൻ്റ് നിങ്ങളാണ്. മനസ്സിലാവുന്നുണ്ട്? ഭഗവാൻ എനിക്ക് ഭഗവാന്റെ പ്രിയപ്പെട്ടവരെ തന്നിരിക്കുകയാണ്. അപ്പോൾ ആ പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഞാൻ അവരെ കേൾക്കണം, അനുസരിക്കണം. അതൊരിക്കലും ഞാനെന്ന വ്യക്തിയെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നത് പോലെ ആവരുത്. മനസ്സിലായില്ലേ? ഞാനെന്ന വ്യക്തിയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് പോലെ ആവരുത്. ഞാൻ എങ്ങനെയാണോ നിങ്ങളെ ചേർത്ത് പിടിച്ചത്, അതുപോലെ നിങ്ങളും എന്നെ ചേർത്ത് പിടിക്കണം. അവിടെയാണ് നമുക്കൊരു സ്മൂത്തായ ബന്ധമുള്ളത്. ചില വ്യക്തികൾ കണ്ടില്ലേ, എത്രയോ ദിവസങ്ങളായി മെസ്സേജ് അയച്ചിട്ട് ഇതുവരെ നോക്കിയിട്ടില്ല. അതൊക്കെ എന്താ പറയുക, നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് അതിൻ്റേതായ പ്രയാസങ്ങൾ കാണും, അല്ലെ? അവർ ആ സമയത്ത് അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഒരു തോന്നൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ വരണം. ഞാൻ എത്രയോ പേര് മഞ്ചേരീസിലൂടെ സാധനങ്ങൾ മേടിച്ചിട്ട് വിഷ്ണുവിനെ എന്നറിയാം വിളിക്കുമ്പം, മാതാജി ഒരു 10 ദിവസത്തെ സമയമാണ്. ഓ ആയിക്കോട്ടെ. 10 ദിവസം കഴിഞ്ഞാലും നമ്മളവിടുന്ന് കോള് പോവില്ല. കാരണം എന്താ? അവർ തരട്ടെ, അവർക്ക് എന്തൊക്കെയോ പ്രയാസമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്കൊരു മാതാജി മെസ്സേജ് ഇട്ടു, മാതാജി ഞാനൊരു ഗീതയുടെ പൈസ തരാനുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് തീരെ സുഖമില്ല, എന്തോ ആക്സിഡൻറ്റോ മറ്റോ ആയിട്ട് നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോവാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തരാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കുഴപ്പമില്ല മാതാജി, GPay നമ്പർ തരും, ഞാൻ ഇന്ന് തന്നെ അയക്കാം. അപ്പോൾ ഞാൻ തിരിച്ച് അവർക്കൊരു ഓഡിയോ ഇട്ടു, മാതാജി ഇപ്പോൾ ഞാൻ GPay നമ്പർ തരില്ല. കാരണം എനിക്ക് ബോംബെയിൽ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യേണ്ട ടൈം ആകുമ്പോഴേക്കും എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയാൽ മതി. എന്തായാലും എനിക്ക് സെറ്റിൽ ചെയ്യേണ്ട സമയം കഴിഞ്ഞു, ഞാൻ എക്സ്ക്യൂസ് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ മാതാജിയുടെ പൈസ ഞാൻ കൈനീട്ടി വാങ്ങില്ല, എനിക്ക് സാവകാശമുണ്ട്. മാതാജി ആ ഹോസ്പിറ്റൽ കേസ് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ അവരോട് പറഞ്ഞത്. കാരണം
മനുഷ്യത്വമില്ലാതെ നമ്മൾ പെരുമാറരുത്, മനുഷ്യത്വത്തോടു കൂടി പെരുമാറണം, അല്ലേ? ആ ഞാനെന്ന ഭാവം, സെൽവൻ പ്രഭു പറഞ്ഞതുപോലെ എന്നെക്കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും എന്ന ഞാനെന്ന ഭാവം കളയുന്നിടത്താണ് ഈശ്വരൻ്റെ അനുഗ്രഹം തുടങ്ങുന്നത്. ഞാനെന്ന ഭാവത്തിലിരിക്കുമ്പം വേസ്റ്റാണ് നമ്മുടെ ജീവിതം. ആ ജീവിതം ഒന്നിനും കൊള്ളില്ല. സ്വന്തം വീടുകളിൽ പോലും ആ ഭാവം വേണ്ട, കളയൂ. നമ്മൾ നമ്മുടെ മക്കളെ കേൾക്കാൻ ശ്രമിക്കും, നമ്മുടെ ഭർത്താവിനെ കേൾക്കാൻ ശ്രമിക്കും, ഭാര്യയെ കേൾക്കാൻ ശ്രമിക്കും, ബന്ധുമിത്രാദികളെയും കുടുംബങ്ങളെയും കേൾക്കാൻ ശ്രമിക്കും. കേട്ടാൽ മതി. ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടില്ല, എന്നാലും ക്ഷമയോടെ കേൾക്കൂ, സഹിക്കൂ. ചില വീടുകളിൽ ചില പ്രഭുക്കന്മാർ എന്നെ വിളിച്ച് പറയാറുണ്ട്, മാതാജി ഒരു സമാധാനമില്ല, തല തിന്ന് കൊന്ന് തീർക്കണം മാതാജി, വയ്യ, മടുത്തു, മക്കളെ ആലോചിച്ച് ജീവിക്കണം. അപ്പം ഞാൻ പറയുന്നത് എന്താ അറിയോ, ഇതാണ് ജീവിതം, ഇത് അനുഭവിക്കാനാണ് നമ്മൾ ഭൂമിയിൽ വന്നിരിക്കുന്നത്. ഇത് കൃഷ്ണൻ്റെ തീരുമാനമാണ് നമ്മളിത് അനുഭവിക്കണം എന്നുള്ളത്. അപ്പം നമ്മൾ അനുഭവിക്കുക. ചില മാതാജിമാർ പറയും, മാതാജി മടുത്ത് മാതാജി, ഇനി ഒരു നിമിഷം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ പറയും പോകണം. കാരണം അവരുടെ ഉപദ്രവങ്ങളെല്ലാം ഒരാൾ കണക്ക് പുസ്തകത്തിൽ എഴുതി വെക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? ചോദിക്കേണ്ട സമയത്ത് കൃത്യമായി ഭഗവാൻ ചോദിച്ചോളും. നമ്മൾ തളരുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ഭഗവാനിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നാണ്. നമ്മൾ തളരുന്നില്ല എങ്കിൽ നമുക്ക് ഭഗവാനിലുള്ള വിശ്വാസവും തളരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളെ വയറ് കീറി വന്ന 2 മക്കളില്ലേ, അവരെ നമുക്ക് കളയാൻ പറ്റൂ? അതുകൊണ്ട് ഈ അവസ്ഥകളെല്ലാം മാറും. കേരളം മൊത്തം വെള്ളപ്പൊക്കത്തിലായിട്ടില്ലേ? ആ വെള്ളമൊക്കെ പോയി നമ്മൾ വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയില്ലേ? അന്ന് നഷ്ടപ്പെട്ടവരെല്ലാം ഇന്ന് ഓർമ്മകളായി മാറി, അല്ലേ? പണ്ട് നടന്നൊരു തട്ടേക്കാട്ട് ബോട്ടപകടമുണ്ട്. എത്ര പിഞ്ചു കുട്ടികൾ, സ്കൂൾ കുട്ടികൾ, ഓർക്കുന്നുണ്ടോ? ഇന്ന് നമ്മളത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കാലം മായ്ക്കാത്ത മുറിവുകളൊന്നുമില്ല, എല്ലാം കാലം മായ്ക്കും. അതുകൊണ്ട് കാലത്തിനൊപ്പം സഞ്ചരിക്കാം, ക്ഷമയോടെ സഞ്ചരിക്കാം, ഉപദേശങ്ങളെല്ലാം സ്വീകരിച്ച് സഞ്ചരിക്കാം. കിട്ടേണ്ടത് നമ്മൾക്ക് കിട്ടുമ്പോൾ നമ്മൾ നല്ലത് സ്വീകരിക്കാം, ചീത്ത സ്വീകരിക്കേണ്ട. ഓക്കെ, ക്ലിയർ? അതെ, ഈ ദിവസവും കടന്നു പോകും, ഈ സമയവും കടന്നു പോകും. ഫൈൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും വിതുരൻ്റെയും അടുത്ത് പോയിട്ട് ശ്രേയസ് എന്താണെന്ന് ചോദിക്കാം. 3 മഹത് വ്യക്തിത്വങ്ങളാണ്. ആരൊക്കെയാണ്? ധൃതരാഷ്ട്രർ, ഗാന്ധാരി, വിതുരർ. ഇവരുടെ 3 പേരുടെ അടുത്തും പോയിട്ട് നമുക്കൊന്ന് അഭിപ്രായം ചോദിക്കാം. അവർ പറയുന്നത് പോലെ നമുക്ക് ചെയ്യാം. ഓക്കെ. കൃതേ പുരുഷാകാരേ തു യേഷാം കാര്യം ന സിന്ധതി ദേവേനോപഹസ്താസ്തേ നു നാത്രേ കാര്യാവിചാരണ. ഓ, മാതാജിയുടെ വീട്ടിൻ്റെ അടുത്താണോ തട്ടേക്കാട്? പ്രയത്നം ചെയ്തിട്ടും കാര്യം സിദ്ധിക്കുന്നില്ലെങ്കിൽ അവർ ദൈവഹതന്മാരാണ്. അതായത് നമ്മൾ എന്തുമാത്രം പ്രയത്നിച്ചിട്ടും കാര്യം നടക്കുന്നില്ലെങ്കിൽ ദൈവഹതന്മാരാണ്, ദൈവം കൈവിട്ടവരാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പ്രയത്നിക്കുന്നതോടൊപ്പം ഭക്തിയും വളർത്തിയെടുക്കണം. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ദുഃഖങ്ങളെല്ലാം ദൈവം നിങ്ങളെ കൈവിട്ടത് കൊണ്ട് സംഭവിക്കുന്നു എന്നല്ല. കുറേയൊക്കെ നമ്മുടെ കർമ്മഫലം, ജന്മജന്മാന്തരങ്ങളിൽ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ഫലം ഞാനും അനുഭവിക്കുന്നുണ്ട് പല രീതിയിൽ. അഹം എന്ന ഭാവം മാറ്റാൻ ഭഗവാൻ ഓരോ സന്ദർഭം തരുന്നു. എക്സാക്ട്ലി അച്ഛാ, ഞാനും പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ജീവിതത്തിൽ. നമ്മൾ ആരും സുഖിച്ച് ജീവിക്കുന്നവരല്ല, പല പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? എല്ലാം ആ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് ജീവിക്കുക. മല പോലെ വന്നത് ഭഗവാൻ മഞ്ഞ് പോലെ ആക്കിത്തരും, ഒരു സംശയവും ഇല്ല. അപ്പോൾ ഇവിടെ പറയുന്നു, ധർമാനുസൃതമായിരിക്കുന്ന കൃപന്റെ വാക്കുകൾ, അതായത് ധർമ്മം നിറഞ്ഞ കൃപന്റെ ഈ സംസാരം അശ്വത്ഥാമാവിനെ ഭയങ്കര നിരാശപ്പെടുത്തി, ദുഃഖം ഉണ്ടാക്കി. അശ്വത്ഥാമാവ് വിചാരിച്ച് ഇവരെല്ലാം കൂടെ ഉറങ്ങുമ്പോൾ അങ്ങ് ചതിച്ചു കൊന്നേക്കാന്ന്. പക്ഷേ കൃപൻ എന്ത് പറഞ്ഞു? അതല്ല ശരി, അത് ചെയ്യരുത്. നമ്മൾ കുറച്ചുകൂടെ മുതിർന്നവരോട് പോയി ചോദിക്കാം എന്ന് പറഞ്ഞു. ദേഷ്യം കൊണ്ടും ദുഃഖം കൊണ്ടും വേദനിച്ചിരിക്കുന്ന ആ ഒരു ഹൃദയം, അശ്വത്ഥാമാവിൻ്റെ ആ ഒരു ഹൃദയം സ്വയം ശാന്തമാക്കി അദ്ദേഹം. അതേപോലെ നമ്മളും ശാന്തമാക്കണം നമ്മുടെ ഹൃദയം. ചില സമയത്ത് നമുക്കങ്ങ് കൊല്ലിതുള്ളി നിൽക്കും, ദേഷ്യം വരും നമുക്ക്. നമ്മൾ സ്വയം ശാന്തമാവണം, മനസ്സിലായില്ലേ?
രാം 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 കൃഷ്ണ 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 എന്ന് മനസ്സിലങ്ങ് നമ്മളങ്ങ് സഹിക്കുക. ചില ഭർത്താക്കന്മാർ വൈകുന്നേരം വീട്ടിൽ വന്നാൽ നമ്മളെ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്ത് കൊന്നുകളയും. ബിന്ദു അമ്മേ, എല്ലാം കൂടെ തട്ടി താഴെ ഇടാതെ അടങ്ങി ഒതുങ്ങിയിരിക്കുക അവിടെ. അപ്പം നമ്മളെ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്ത് കളയും അല്ലേ, ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. സഹിക്കാൻ പറ്റാത്ത വാക്കുകൾ വരെ പറയും. ഈ അടുത്തൊരു മാതാജി വിളിച്ച് എന്നോട് പറഞ്ഞു, പേരൊന്നും ഞാൻ പറയില്ല കേട്ടോ ലൈവിൽ, അതൊന്നും ശരിയല്ല. ഒരു മാതാജി വിളിച്ചു പറഞ്ഞു, മാതാജി 3 മക്കളുടെ അമ്മയാണ് ഞാൻ. എന്നോട് എൻ്റെ ഭർത്താവ് മദ്യപിച്ച് വന്ന് ചോദിച്ചത് എന്താ അറിയോ, എൻ്റെ മക്കളുടെയൊക്കെ അച്ഛൻ്റെ പേര് പറയാൻ. മാതാജി ഒന്ന് ചിന്തിച്ച് നോക്ക് മാതാജി, ഓരോ മക്കളുടെയും അച്ഛന്മാരുടെ പേര് പറഞ്ഞു. ഇയാളെ ഞാൻ എന്താ ചെയ്യേണ്ടത് മാതാജി? ഞാൻ പറഞ്ഞു, അദ്ദേഹം മറന്നുപോയി കാണും അദ്ദേഹത്തിൻ്റെ പേര്, അല്ലാണ്ട് എന്താണ്. അദ്ദേഹം 4 കാലിലല്ലേ വന്നത്, ബോധവും വെളിവുള്ള ഒരാളത് ചോദിക്കുമോ? ആ മാതാജിയും കുറേ ചിരിച്ചു. ഞാൻ പറഞ്ഞു, ആളുടെ പേര് ആൾക്ക് മറന്നുപോയി, ആളെ പേര് മറന്നുപോയപ്പോൾ ആളുടെ അച്ഛൻ്റെ പേരും ആൾക്ക് മറന്നുപോയി. അപ്പം അതൊക്കെ ഒന്ന് ഓർമ്മിച്ചെടുക്കാനാണ് അദ്ദേഹം അതൊക്കെ ചോദിച്ചത്. അത് ആ സെൻസിൽ കണ്ടങ്ങ് വിട്ടേച്ചാൽ മതി, മനസ്സിലായില്ലേ? അടുത്ത ദിവസം രാവിലെ പറ്റുമാറുമ്പോൾ നേരെ പറഞ്ഞു കൊടുക്കുക, മനുഷ്യ ഇങ്ങോട്ട് വരൂ, ഇവിടെ ഇരിക്കൂ, റേഷൻ കാർഡ് എടുക്കൂ, നിങ്ങൾ നിങ്ങളുടെ പേര് വായിക്കൂ ഇതിൽ. ഇനി റേഷൻ കാർഡ് ഇല്ല എങ്കിൽ നിങ്ങളുടെ പേര് നിങ്ങൾ പറയൂ, ആ നിങ്ങളുടെ കുട്ടികൾ തന്നെയാണിത്, മനസ്സിലായില്ലേ? ഇനി സംശയമുണ്ടോ, ബാ തെളിയിച്ചു തരാം എന്നും പറഞ്ഞിട്ട് സ്മൂത്തായിട്ട് ആ പ്രശ്നത്തെ അങ്ങ് ഹാൻഡിൽ ചെയ്യും. അതൊക്കെ മനസ്സിൽ നിന്ന് കളാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ മാതാജി പറഞ്ഞു, ശരിയാണ് മാതാജി. അങ്ങനെ പറഞ്ഞ് നമ്മൾ ആ ഒരു സിറ്റുവേഷനെ സ്മൂത്താക്കി വിട്ടു. പക്ഷെ അതൊക്കെ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണല്ലേ. മാക്സിമം അങ്ങോട്ട് ക്ഷമിച്ചു വിടുക, പരമാവധി അങ്ങോട്ട് ക്ഷമിച്ചു വിടുക, വിട്ടുകള ജീവിതത്തിൽ നിന്ന്. കളയാൻ പറ്റുന്നതെല്ലാം സൂക്ഷിച്ച് വെക്കേണ്ട നമ്മുടെ ഹൃദയത്തിലൊന്നും. ഒരു എന്താ പറയുക, ഒന്നുമില്ലാത്ത ഒരു ഭൂമി പോലെ ആക്കി മാറ്റും നമ്മുടെ ഹൃദയം. ഒന്നും വേണ്ട അവിടെ, ഒന്നും വേണ്ട, ക്ലീനാക്കി വെക്കുക, മനസ്സിലായില്ലേ? വളരെ ക്ലീനാക്കിയിട്ട് ചിന്തിച്ച് 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 മനസ്സിനെ ഇട്ടിട്ടിട്ടിട്ടിട്ട് വട്ട് പിടിപ്പിക്കണ്ട, എല്ലാം കൊണ്ട് കളങ്ങട് സ്വസ്ഥമായി കിടന്നുറങ്ങുക. സ്വർണം ബാങ്കിൽ വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ടുണ്ട്, ഇത് നഷ്ടപ്പെടേണ്ടതാണെങ്കിൽ നഷ്ടപ്പെട്ടിരിക്കും. പിടിച്ച് നിർത്താൻ നമുക്ക് കഴിയില്ല, പിടിച്ച് നിർത്തിയിട്ടും ചിലതൊന്നും നിൽക്കില്ല. പിന്നെ എന്തിന്, ആർക്ക് വേണ്ടി? സ്വന്തം ജീവനേക്കാളും സ്വന്തം സമാധാനത്തെക്കാളും വലുതായിട്ട് എന്താ ഉള്ളത് ഈ ലോകത്ത്? ഒന്നുമില്ല അല്ലേ? ജീവനും ജീവിതവും ഉണ്ടെങ്കിൽ മുന്നോട്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കാം, ഒരുപാടുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറേ ബാധ്യതകളും കടങ്ങളും ഒന്നും വരുത്തി വെച്ചിട്ട് കൂടുതൽ ടെൻഷൻ അടിച്ച് ജീവിക്കരുത്. ടെൻഷൻസ് എല്ലാം ഒഴിവാക്കൂ ജീവിതത്തിൽ. മക്കൾ സഹിക്കാൻ പറ്റാത്ത വാക്കുകൾ പറയും. കഴിഞ്ഞ ദിവസം ഒരു മകൻ ആ അമ്മയുടെ മുഖത്ത് തുപ്പിയിരിക്കുന്നു. ചിന്തിച്ചു നോക്ക്, കാർക്കിച്ച് തുപ്പിയിട്ട് ആ അമ്മ 2 പ്രാവശ്യം വീഡിയോ കോൾ വിളിച്ചു. അപ്പോൾ വീഡിയോ കോൾ ഞാൻ പൊതുവേ എടുക്കാറില്ല, കട്ട് ചെയ്യും, കാരണം ഓരോ സ്ഥലത്തായിരിക്കുമല്ലോ. അങ്ങനെ ആ അമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോളെ ഒന്ന് വീഡിയോ കോൾ എടുക്കുമോ, ഞാൻ കാല് പിടിക്കും. ഞാൻ പറഞ്ഞു, എന്താ അമ്മ? മോളെ പ്ലീസ് വേറെ ഒന്നും പറയരുത്. അങ്ങനെ ഞാൻ എടുത്തു. മോൾ എൻ്റെ മുഖത്ത് നോക്കൂ, ഇതെന്താണെന്നറിയോ? എൻ്റെ മകൻ തുപ്പിയതാ മോളെ. ആ അമ്മ കിഡ്നി ഒന്ന് ദാനം ചെയ്തിട്ട് ആ കിഡ്നിയും കൊണ്ട് ജീവിക്കുന്ന മകൻ കല്യാണം കഴിച്ചു വന്നിട്ട് ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ആ അമ്മയുടെ മുഖത്തേക്ക് തുപ്പിയത് ആ അമ്മ എനിക്ക് വീഡിയോ കോളിൽ കാണിച്ചു തരികയാണ്. കുറച്ചു നേരത്തേക്ക് ഞാനൊന്നും വേണ്ടിയില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു ആ അമ്മയോട്, അമ്മേ, ആ തുപ്പല് അമ്മയ്ക്ക് അമ്മയുടെ മുലപ്പാലിൻ്റെ മണം വരുന്നുണ്ടോ? കുറേ വർഷങ്ങൾക്ക് മുൻപേ അമ്മ കൊടുത്ത മുലപ്പാലല്ലേ അമ്മേ അവൻ്റെ തുപ്പല്? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ അടിത്തട്ട് എന്ന് പറയുന്ന, ശ്വാസത്തിൻ്റെ പോലും അടിത്തട്ട് ആ അമ്മയുടെ മുലപ്പാലല്ലേ? അത്രയും കണ്ടാൽ മതി അമ്മേ. ആ മകൻ അവൻ്റെ വായെന്ന് വന്ന ആ തുപ്പല്, അത് അത്രയും കണ്ടാൽ മതി. അമ്മ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും കാണണ്ട. അമ്മയുടെ മോനല്ലേ, നമ്മുടെ മോനല്ലേ, അമ്മ അത് വിട്ടേക്ക്, അമ്മ അത് തുടച്ചു കളാം. ഞാൻ ലൈവിൽ ഇതിൽ വീഡിയോ കോളിൽ നിൽക്കാം. അമ്മ പോയിട്ട് മുഖം കഴുകിയിട്ട് അമ്മ വന്ന് എൻ്റെ മുമ്പിലിരിക്കുക. ഞാൻ കാണട്ടെ അമ്മയെ,
എന്നും പറഞ്ഞുകൊണ്ട് അമ്മ മുഖമൊക്കെ കഴുകി എൻ്റെ മുമ്പിൽ വന്നിരുന്നു. ഞാൻ ചോദിച്ചു, കാപ്പിയൊക്കെ കുടിച്ചോ? ഇല്ല മോളെ. ചോദിച്ചാൽ അവരെന്തിയേ? അവൾ വന്നില്ല മോളെ, അവൾ ജോലിക്ക് പോയിരിക്കുക. ഞാൻ പറഞ്ഞ അവനിപ്പോൾ വണ്ടി എടുത്ത് പുറത്തുപോയി. അങ്ങനെ ആ വീഡിയോ കോളിൽ വെച്ചിട്ട് അമ്മ പോയി ഒരു കാപ്പി ഇട്ടെ. അങ്ങനെ വേണ്ട മോളെ, ഞാൻ ചെല്ല്, ഞാനല്ലേ പറയണേ. അങ്ങനെ ഒരു കാപ്പിയിട്ട് വന്നിരുന്ന് അപ്പോഴും ആ പാവത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എന്തിനു വേണ്ടി? ഈ കണ്ണുനീര് ഒരിക്കലും പ്രസവവേദനയുടെ സമയത്ത് പോയതല്ലേ? അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ വളർത്തിയ മക്കളല്ലമ്മേ. അവരിതല്ല ഇതിൻ്റെ അപ്പുറത്ത് തന്നാലും നമ്മൾ ക്ഷമിക്കണമേ. അതല്ലേ അമ്മ എന്ന് പറയണത്. അമ്മയേക്കാൾ വലിയൊരു പോരാളി ഈ ലോകത്തില്ലല്ലോ. അമ്മ അതൊക്കെ മറക്കുക. ഈ പോകുന്ന പോക്കിന് അവനൊരു ആക്സിഡൻ്റ് ആയാലും അമ്മ എന്ത് ചെയ്യും? അയ്യോ മോളെ. ഞാൻ പറയും, ഇതാണ് അമ്മ, ഇതാണ് അമ്മ. അതുകൊണ്ട് അവൻ അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ നമ്മ പ്രാർത്ഥിക്കും. അവൻ്റെ വിവരമില്ലായ്മ, അറിവില്ലായ്മ അതവൻ കാണിച്ചു. പോട്ടമ്മേ, അത് വിട്ടുകളാം. പക്ഷെ എനിക്ക് അവൻ്റെ നമ്പർ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ നമ്പർ തന്നു. ഞാൻ വിളിച്ചു അവനെ. ഇന്നലെയാണ് വിളിച്ചത്. ഇന്നലെ വിളിച്ച് ഞാൻ കുറച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഈ അമ്മ മരിച്ചാൽ ആരാ ശരിക്ക് തീ വയ്ക്കാന്ന് വെച്ചു. കുറച്ച് നേരത്തേക്കൊന്നും മിണ്ടിയില്ല. ആ അമ്മയ്ക്കൊന്ന് പട്ടട ഒരുക്കുന്ന നേരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമെന്ന് പറഞ്ഞു. പിന്നെ ആ കുട്ടി കുറേ നേരം സംസാരിച്ചപ്പോഴാണ് കുറേയൊക്കെ സംസാരിച്ചു തുടങ്ങിയത്. എനിക്ക് ഒരു സ്വൈര്യവും ഇല്ല, എനിക്ക് ജീവിക്കേണ്ട എനിക്ക്. ഞാൻ പറയാം, എന്തിന്? ആർക്ക് വേണ്ടിയിട്ട്? നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ഭാര്യ വേറെ കിട്ടും, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ആ അമ്മയുടെ കണ്ണുനീര് ഇനിയും ഒഴുകും. വേണോ നിങ്ങൾക്കത്? അങ്ങനെ ഒരു 1.5 മണിക്കൂർ ഞാൻ അങ്ങോട്ട് വല്ലാതെ സംസാരിച്ചു അവൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നോട് തുറന്നു പറ, ഞാൻ കേൾക്കട്ടെ. എന്തായാലും എനിക്ക് സമയമില്ല, പക്ഷെ എന്നാലും ഞാൻ കേൾക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ കേട്ട് സംസാരിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഫിനാൻഷ്യൽ ഇഷ്യൂസാണ്, അതിൻ്റെ പുറത്തുള്ളൊരു ഫ്രസ്ട്രേഷനാണ്. ഞാൻ അതൊക്കെ വിട്ടുകളാം, അതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. അതിന് അമ്മയുടെ മുഖത്ത് തുപ്പിയത് ശരിയാണോ? പിന്നെ ഒന്നും വേണ്ടിയില്ല. അവസാനം സോറി, എനിക്ക് എൻ്റെ ദേഷ്യം എൻ്റെ അമ്മയോടല്ലേ കാണിക്കാൻ പറ്റൂ. ആ ഒരു വല്ലാത്ത വൈകാരിക നിമിഷത്തിൽ ഞാൻ ചെയ്തു പോയതാണ്. ഞാൻ പറഞ്ഞു, ഈ ഒരു മഹാപാപം എത്ര ജന്മങ്ങളിൽ ഇനി അനുഭവിക്കേണ്ടി വരുമെന്നറിയോ നിങ്ങൾക്ക്? ആലോചിച്ച് നോക്കണം. എത്ര ജന്മങ്ങൾ നിങ്ങൾ സഹിക്കണം എന്നറിയോ? നിങ്ങൾ അമ്മയുടെ അടുത്ത് പോയി സംസാരിക്കുക. പക്ഷെ അവൻ സംസാരിച്ചില്ല. അവൻ എന്താ ചെയ്തതെന്നറിയാമോ? അമ്മയുടെ അടുത്ത് പോയി മാപ്പ് പറഞ്ഞു. അങ്ങനെ ഫോൺ വിളിച്ചു, അമ്മയ്ക്ക് കൊടുത്തു. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അവിടെ സോൾവായി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആണൊരുത്തനാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ നെഗ്ലിക്കില്ല. നെഗ്ലിക്കുന്നുണ്ടെങ്കിൽ അവളോട് വീട്ടിൽ പോയി നിൽക്കാൻ പറയും. അവിടെ നിൽക്കട്ടെ, ചിലവിനുള്ളത് അയച്ചു കൊടുത്തേക്കെന്ന് പറഞ്ഞു. എപ്പോഴാണോ നിങ്ങളുടെ അമ്മയെ അംഗീകരിക്കാൻ പറ്റുന്നത് അപ്പോൾ കൂട്ടിയിട്ട് വാ. അല്ലാതെ ഭാര്യയുടെ വാക്കും കേട്ട് അമ്മയെ ധിക്കരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പ്രശ്നം സോൾവായത്. പക്ഷേ ആരോടും പറയാതെ വിങ്ങി 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 ഇങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ ജീവിതം വേസ്റ്റായി പോകും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രശ്നങ്ങളെല്ലാം മനസ്സിൽ നിന്ന് കളയണം. എല്ലാ പ്രശ്നങ്ങളും മനസ്സിൽ നിന്ന് കളയണം. നമ്മളെ വേദനിപ്പിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതും ഒറ്റപ്പെടുത്തുന്നതും കുത്തുവാക്കുകൾ പറയുന്നതും കുറ്റപ്പെടുത്തുന്നതും എല്ലാം മനസ്സിൽ നിന്ന് കളയും. ഉറങ്ങാൻ കിടക്കുന്ന നേരം ശാന്തമായ മനസ്സോടുകൂടി ഉറങ്ങും. ഇന്നലെ വരെ ഉണ്ടായതെല്ലാം കള, ഇന്ന് വൈകുന്നേരം വരെ ഉണ്ടായത് കളയും. എല്ലാം കളഞ്ഞ് സ്വസ്ഥമായിട്ട് കൃഷ്ണൻ്റെ നാമം ജപിച്ച് കിടന്നുറങ്ങും. അങ്ങനെ നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകാം. നാളെ നമ്മൾ ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇത്രയും ടെൻഷൻ വെച്ചുകൊണ്ട് ജീവിക്കുന്നത്? ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ശാന്തമായി സമാധാനമായി പരസ്പരം കുറ്റപ്പെടുത്താതെ ജീവിച്ചു പോവാം. അപ്പോൾ ഇവിടെ അത്രയും ധാർമ്മികതയോടുകൂടിയാണ് കൃപൻ സംസാരിക്കുന്നത്. അതാണ് അശ്വത്ഥാമാവിനെ കൂടുതൽ കൂടുതൽ ദേഷ്യപ്പെടുത്തിയത്. പക്ഷേ ആ ദേഷ്യത്തിനൊടുവിലും അശ്വത്ഥാമാവ് എന്താ ചെയ്തത്? സ്വയം മനസ്സിനെ അങ്ങ് സമാധാനിപ്പിച്ചു. വളരെ നന്നായിട്ട് തന്നെ സമാധാനിപ്പിച്ചു അല്ലേ? അല്ലാതെ വളരെ വൈകാരികമായിട്ടൊരു തീരുമാനമെടുത്തില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, വിവേകമൊന്നും ബുദ്ധിയുമെല്ലാം പറയുന്നത് ഓരോരുത്തർക്കും ഓരോ വിധത്തിലായിരിക്കും അല്ലേ? വിവേകമാണെങ്കിലും തീർച്ചയായിട്ടും എന്നെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വിഷമങ്ങൾ പറയാനുള്ള ഒരു മെസ്സേജ് ഇട്ടോ. ഞാൻ കുറച്ച് മെസ്സേജ് വെച്ച് നോക്കിക്കോളാം. 10-20 മെസ്സേജ് വെച്ച് എനിക്കൊരു ദിവസം നോക്കാൻ പറ്റും. അതിനനുസരിച്ച് നോക്കി ഞാൻ മറുപടി തരും. ആരെയും ഞാൻ അവോയ്ഡ് ചെയ്യില്ല. എല്ലാവരും മെസ്സേജ് നോക്കും. അതിന് വിഷമമൊന്നും വിചാരിക്കേണ്ട. നിങ്ങളുടെ നറുക്ക് വീഴാൻ സമയമായി എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നാൽ മതി. ഓക്കെ, അപ്സെറ്റ് ആവാതെ ശ്രീ. അപ്പോൾ ഓരോരുത്തരും വിവേകത്തെക്കുറിച്ച് പറയുന്നതും ബുദ്ധിയെക്കുറിച്ച് പറയുന്നതൊക്കെ ഓരോ രീതിയിലായിരിക്കും.
സ്വയം ബുദ്ധിമാനാണെന്നാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്. പക്ഷെ എല്ലാവരും വിഡ്ഢികളാണ്. എല്ലാവരും വിഡ്ഢികളാണ്. ആരും ബുദ്ധിമാന്മാരൊന്നുമല്ല. ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാണ് നമ്മൾ. കൊള്ളാം. ചിലരൊക്കെ പറയാറുണ്ട്, എന്നോടാ കളി, ഞാൻ വിടൂ. ഏറ്റവും വലിയ ഭൂലോക മണ്ടനായിരിക്കും അത്. ആ തിരുമണ്ടൻ പല 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 മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് പറയല എന്താ, ഞാനേ അങ്ങനെയൊന്നും ഞാൻ വിടില്ല, ഞാൻ കൊടുക്കാനുള്ള അപ്പ കൊടുക്കും, എന്നോട് കളിച്ച കളി ഞാൻ പഠിപ്പിക്കും, ഇതൊക്കെയാ പറയാം. പക്ഷെ ഭൂലോക മണ്ടത്തരമേ പ്രവർത്തിക്കൂ. അപ്പോൾ നമ്മൾ വലിയ ബുദ്ധിമാന്മാരാണെന്നുള്ള ചിന്തയൊന്നും നമുക്ക് വേണ്ട. നമ്മൾ ബുദ്ധിമാന്മാരൊന്നും അല്ല. ക്ലിയർ? സർവോഹി മന്യതേ ലോകെ ആത്മാനാം ബുദ്ധിമത്തരം സർവാസ്യാത്മാ ബഹുമത സർവാത്മാനം പ്രശംസതി എന്ന് പറഞ്ഞാൽ താൻ ഏറ്റവും ബുദ്ധിമാനാണെന്ന് ലോകം വിചാരിക്കും. സ്വന്തം ആത്മാവ് ഏവർക്കും സമ്മതനും ബഹുമാന്യനുമാണെന്ന് എല്ലാവരും വിചാരിക്കും. ലോകം എപ്പോഴും നമ്മളെ ബഹുമാനിക്കുന്നു, നമ്മൾ ഭയങ്കര സംഭവമാണ് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ലോകവും നമ്മൾ അങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അനുഭവത്തിൽ നിന്നാണ് ബുദ്ധിയും വിവേകവും ഉണ്ടാകുന്നത്, അല്ലേ? നമ്മുടെ ഓരോരുത്തരുടെ എന്താ പറയുക, അനുഭവം, ആ അനുഭവമാണ് നമ്മളുടെ ഗുരു. കേൾക്കാറില്ലേ, അനുഭവം ഗുരു എന്ന് പറയാറില്ലേ? അപ്പം ആ അനുഭവത്തിലൂടെ നമ്മൾ ജീവിച്ചു പോവാം. പക്ഷേ നമ്മൾ മലയാളീസ് എനിക്ക് തോന്നുന്നു എത്ര കിട്ടിയാലും പഠിക്കാത്ത ആൾക്കാരാണ്. കിട്ടിക്കൊണ്ടേയിരിക്കും. നല്ലോണം നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടും. എന്നിട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവരൊന്ന് സങ്കടപ്പെടുന്നുണ്ട്, വീണ്ടും ചെല്ലും. എന്നിട്ട് വീണ്ടും തലവഴി കുറേ ചീത്തപ്പേര് മേടിച്ചിട്ട് വരും. എന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് പൊലമ്പും. എന്താ പൊലമ്പ്? ഞാൻ അന്ന് അങ്ങനെ ചെയ്തു കൊടുത്തു, ഞാൻ ഇന്നിങ്ങനെ ചെയ്തു കൊടുത്തു, അവർ കഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അത് ചെയ്തു കൊടുത്തു, എന്നെ ഇത്രയും അപമാനിച്ചു, എന്നിട്ട് ഞാൻ വീണ്ടും പോയി, എന്നിട്ട് എന്നെ വീണ്ടും അപമാനിച്ചു. ആരാ കുറ്റക്കാരൻ? അവനവൻ തന്നെയല്ലേ കുറ്റക്കാരൻ. ഒരു വട്ടം കിട്ടിയാൽ വീണ്ടും 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 അങ്ങോട്ട് പോകാൻ പാടുണ്ട്? ഒരു വട്ടം ഭഗവാൻ കാണിച്ചു തന്നു, അല്ലേ? ആലോചിച്ച് നോക്കിക്കേ. ഒരു വട്ടം കിട്ടേണ്ടത് കിട്ടി, വീണ്ടും വീണ്ടും എന്തിനാ പോകുന്നത്? പോവാൻ നിൽക്കണ്ട. കിട്ടിയതും വെച്ച് മിണ്ടാണ്ട് അവിടെ ഇരിക്കുക. ആരോടും പ്രതികാരത്തിനും പോണ്ട, ഇനി ആരെയും നന്നാക്കാനും പോണ്ട. കിട്ടേണ്ടത് കിട്ടിയാൽ മിണ്ടാണ്ട് അവിടെ ഇരിക്കുക. മനസ്സിലായോ? അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുഭവം എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. അനുഭവം വർദ്ധിക്കും തോറും, അതെ എന്നെ തല്ലേണ്ട അമ്മാവ നന്നാവൂല, ശരിയാണ്, കറക്റ്റാണത്. എത്ര കിട്ടിയാലും പഠിക്കൂല. എന്നിട്ട് പോയിട്ട് വീണ്ടും 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 കൊട്ട നിറച്ചും മേടിച്ചിട്ട് വരും. എന്നിട്ട് ഇരുന്ന് മോങ്ങിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഓരോ അമ്പലങ്ങളിൽ നടക്കും, ഭഗവതി എന്നെ സങ്കടപ്പെടുത്തി, നല്ല പണി കൊടുക്കണം, നല്ല പണി കൊടുത്തേ പറ്റൂ, എന്നെ വിഷമിപ്പിച്ചു. ഇതൊക്കെയാണ് പരാതികൾ. അപ്പം ഭഗവാനും ദേവിയും വിചാരിക്കും, ഈ തിരുമണ്ടനും തിരുമണ്ടിക്കും ഞാൻ കാണിച്ചു കൊടുത്തതാണ് അവരുടെ സ്വഭാവം, എന്നിട്ടും പഠിച്ചില്ല. ഒരിക്കൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു കഥ കേട്ടിട്ടുണ്ടായിരുന്നു. സിസ്റ്റർ ആനി ഫ്രാൻസിസ് പറഞ്ഞൊരു കഥ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്കൊരു വരം വേണം. അപ്പം ദൈവം ചോദിച്ചു, നിനക്ക് എന്ത് വരാ വേണ്ടത്? അപ്പം ആ മനുഷ്യൻ പറയാണ്, ഞാൻ മരിക്കാറാവുമ്പം അങ്ങ് എന്നെ അറിയിക്കണം, ഞാൻ മരിക്കാറായി എന്നുള്ളത്. ഓക്കെ, അറിയിക്കാം, ദൈവം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മരിച്ചിട്ട് നേരെ ദൈവത്തിൻ്റെ അടുത്തെത്തി. ഭയങ്കര വാശി ഇദ്ദേഹത്തിന്. അദ്ദേഹം പോയിട്ട് ദൈവത്തോട് പറയണം, ദൈവമേ എന്താ ഇങ്ങനെ ഒരു സ്വഭാവം കാണിച്ചത്? അങ്ങ് ചതിച്ചു എന്നെ. ഞാൻ ചതിച്ചു? സൈറാം, ദീപമന്ദജിയുടെ അച്ഛൻ്റെ ആത്മശാന്തിക്കായി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ എനിക്കത് പറയാൻ വിട്ടുപോയി, പക്ഷെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദിവ്യ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു. അപ്പം എന്താണ്, എന്നെ അങ്ങ് വഞ്ചിച്ചു. ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലേ ഞാൻ മരിക്കാൻ നേരം എന്നോട് പറയണമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ നിനക്ക് തെളിവ് സഹിതം കാണിച്ചു, പക്ഷെ നീ അതനുസരിച്ചില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? എപ്പോ തെളിവ് സഹിതം കാണിച്ചു എന്ന്? ഒരിക്കലും ഇല്ല, അങ്ങനെ പറ്റിച്ചു എന്ന് പറഞ്ഞു. നിന്റെ മുടി ഞാൻ നരപ്പിച്ചു, അപ്പം നീ എന്ത് ചെയ്തു? പോയിട്ട് ഡൈ അടിച്ചു. നിനക്ക് ഞാൻ കണ്ണ് കാണുന്നത് കുറച്ചു, അപ്പം നീ കണ്ണട വെച്ചു. നിന്റെ പല്ല് ഞാൻ കൊഴിച്ചെടുത്തു, അപ്പം നീ വേറെ വെപ്പ് പല്ല് അങ്ങോട്ട് വെച്ചു. ഇതൊക്കെ നീ വാർദ്ധക്യത്തിലേക്ക് അടുത്തു, നിന്റെ മരണസമയം അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ നിന്നെ കാണിച്ചതാണ്.
അതൊന്നും മനസ്സിലാക്കാതെ നീ അതിൻ്റെ മേളിൽ ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് ഇപ്പം നീ പറയണം ഞാൻ പറഞ്ഞില്ലെന്ന്, അതെങ്ങനെ ശരിയാവും എന്ന് ചോദിച്ചു. അപ്പം അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ പാഠങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? അനുഭവം വർദ്ധിക്കുന്തോറും ബുദ്ധിക്ക് മാറ്റം വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഇവിടെ പറയുന്നത് നല്ല ബുദ്ധിയാണ്, മഹാഭാരതത്തിൽ പറയുന്നത്. പക്ഷേ നമ്മളെ ബുദ്ധി എങ്ങനെയാണെന്ന് പറയാം, അനുഭവം വർദ്ധിക്കുന്തോറും വീണ്ടും 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 കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ എരന്ന് വാങ്ങിക്കും. നമ്മൾ പണ്ട് പറയാറില്ലേ, ഒരു പഴഞ്ചൊല്ലുണ്ട്, ഞങ്ങൾ കോഴിക്കോടുള്ളവരൊക്കെ പറയാറുണ്ട് അത്, ഞങ്ങൾ ഫ്രണ്ട്സായിട്ട്. ചിലപ്പോൾ അമറിന് മനസ്സിലാവും, അമറും പറഞ്ഞിട്ടുണ്ടാവണം, കടിക്കാത്ത പട്ടിയുടെ വായിൽ കോലിട്ട് കടിപ്പിക്കാന്ന് കേട്ടിട്ടില്ലേ? അതാണ് നമ്മുടെയൊക്കെ സ്വഭാവം എന്ന് പറയുന്നത്. ഭഗവാനെ നേരത്തെ മുടി നരക്കുകയാണല്ലോ എന്ന് ദിവ്യ പറയുന്നു. ദിവ്യ ഡൈ അടിച്ചോളൂ, ചുമ്മാ തമാശ പറഞ്ഞാണേ. അപ്പോൾ കടിക്കാത്ത പട്ടിയുടെ വായിക്കകത്ത് കോലിട്ട് കടിപ്പിക്കുന്ന സ്വഭാവമാണ് നമ്മുടേത്. വെറുതെ ഇരിക്കുന്ന ഒരാളെ പോയി തോണ്ടി 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 നമ്മൾ എന്ത് ചെയ്യും? പ്രശ്നങ്ങൾ വിലക്കി വാങ്ങും. ഇതാണ് നമ്മുടെ സ്വഭാവം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രശ്നങ്ങളും വിലക്കി വാങ്ങാൻ പോകരുത്. നമ്മുടെ കുടുംബക്കാരല്ല, കൂട്ടക്കാരല്ല, ആരെന്ത് വന്ന് പറഞ്ഞാലും ആഹാ ഓഹോ അവിടെ നിർത്തിയേക്കണം. അല്ലാതെ വീണ്ടും അങ്ങോട്ട് തുഴഞ്ഞു കയറിപ്പോയിട്ട് ചീത്തപ്പേരും മേടിച്ച് വീട്ടിൽ വന്നിരുന്ന് മൂങ്ങിക്കൊണ്ടിരിക്കരുത്. അത് തെറ്റാണ്. അപ്പോൾ അനുഭവം വർദ്ധിക്കുന്തോറും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബുദ്ധിക്ക് മാറ്റം വന്നുകൊണ്ടേയിരിക്കണം. മനസ്സിലായില്ലേ? നമ്മൾ കുറച്ചും കൂടെ അലേർട്ടായിരിക്കണം ജീവിതത്തിൽ. ഒരനുഭവം കിട്ടിയാൽ പിന്നെ നമ്മൾ എല്ലാം ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയേ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് വേസ്റ്റായി പോകും. ഇവിടെ ബിന്ദുമ്മ സോപ്പ് മൊത്തം കളയുന്നത് കാരണം ബിന്ദുമ്മയ്ക്ക് അറിയാം, ഞാൻ സോപ്പ് എടുത്ത് എൻ്റെ ബെഡ്റൂമിൽ വെച്ച് പൂട്ടും. ഞാൻ പുറത്ത് പോകുമ്പോൾ ലോക്കിട്ട് പൂട്ടിയിട്ടേ പോകും. കാരണം എനിക്ക് എപ്പോഴും ആഴ്ച 2 ദിവസം പോയിട്ട് ഉള്ള സോപ്പ് പൊടിയും സോപ്പ് ഓയിലും വാങ്ങിച്ചുകൊണ്ട് വരാൻ കഴിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? ടോയ്ലറ്റ് കഴുകുന്ന എന്താ പറയുക, നമ്മുടെ എന്താ ബിന്ദുമ്മേത് ഫിനോയിലാ, ഹാർപ്പിക്കും ഫിനോയിലും വരയ്ക്കും. ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടുവച്ച്. അല്ലാതെ ഒരു നിവർത്തിയില്ല. അനുഭവം ഗുരു. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? എന്ത് നിസാര കാര്യമാണെങ്കിലും ശരി, എന്ത് വലിയ കാര്യമാണെങ്കിലും ശരി, ഒരു വട്ടം കിട്ടിയാൽ പഠിക്കണം. അതിന് വീണ്ടും 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 നമ്മൾ വലിയ സ്വാമി വിവേകാനന്ദൻ ആവാനൊന്നും നടക്കരുത്. ക്ഷമിച്ച് 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 നടക്കരുത്. ക്ഷമിക്കൂ. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? അവരോട് പോയി യുദ്ധം വെട്ടണ്ട എന്നുള്ളതാണ് ആ ക്ഷമയുടെ അർത്ഥം. അതിൻ്റെ അർത്ഥം യുദ്ധം വെട്ടാതെ നമ്മൾ മാറി നടക്കൂ, വഴി മാറി സഞ്ചരിച്ചോളൂ. വെറുതെ ആ വഴിക്ക് പോയിട്ട് വീണ്ടും പടവെട്ടാൻ ഇറങ്ങിത്തിരിക്കേണ്ട. നമ്മൾ മിണ്ടാണ്ടിരുന്നാൽ തീരുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ളൂ. നമ്മൾ പ്രതികാരം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. ക്ലിയർ? ഓരോരുത്തരും അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് നല്ലതാണെന്ന ധാരണയോടുകൂടി ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നു. പാവം ബിന്ദുമ്മ കറക്റ്റാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ നമ്മുടെ വിചാരം ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ കറക്റ്റാണ്, ഞാൻ ചെയ്യുന്നതെല്ലാം ബുദ്ധിയോട് കൂടിയുള്ള കാര്യങ്ങളാണ് എന്നാണ് ഓരോരുത്തരുടെ വിചാരം. ഭഗവാൻ ഓരോ വർണ്ണങ്ങൾക്കും ഓരോ കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അല്ലേ? 4 വർണ്ണങ്ങളുണ്ട്, വർണ്ണാശ്രമങ്ങളുണ്ട്. ഈ 4 വർണ്ണാശ്രമം, ബ്രാഹ്മണൻ്റെ ജോലി ചെയ്യും, വൈശ്യൻ്റെ ജോലി ചെയ്യും, ശൂദ്രൻ്റെ ജോലി ചെയ്യും. അങ്ങനെ 4 വർണ്ണാശ്രമങ്ങളിലും അവരവരുടെ ജോലി ചെയ്തോളും. നമ്മൾ പോയിട്ട് വലിയ ബ്രാഹ്മണനാവാൻ നോക്കണ്ട, എവിടെ എത്തൂല. മനസ്സിലായോ? ഞാൻ ബ്രാഹ്മണ കുലത്തിലാണ് ജനിച്ചതെങ്കിലും ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ക്ഷാത്രകുല ധർമ്മത്തിലാണ്. ഓക്കെ? ഉറങ്ങുമ്പോഴും പാവാണ്. എൻ്റെ അച്ഛനെ വധിച്ചതിന് പകരം ചോദിക്കേണ്ടത് എൻ്റെ ധർമ്മമാണ്. ആരാ പറയുന്നത്? അശ്വത്ഥാമാവ്. നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊന്നും ധൃതരാഷ്ട്രനോടോ ഗാന്ധാരിക്കോ ഉണ്ടായിട്ടില്ല. അശ്വത്ഥാമാവ് പറയണ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവർക്കൊട്ടും എൻ്റെ വിഷമങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് അവരുടെ അടുത്ത് പോയിട്ട് ഒരു കാര്യവും ഇല്ല. അശ്വത്ഥാമാവ് പറയണം, ദൃഷ്ടദുമ്നനും കൂട്ടുകാരും ഇപ്പൊ വിജയം കൊണ്ട് ആസ്വദിച്ച് സന്തോഷിച്ച് കിടന്നുറങ്ങുന്നുണ്ടാവും. അപ്പോൾ ശിബിരത്തിൽ ചെന്ന് കയറി പശുക്കളെ എന്ന പോലെ എല്ലാവരെയും വെട്ടിക്കൊന്ന് ഞാൻ ദുര്യോധനന് കൊടുത്ത സത്യം അത് ഞാൻ പാലിക്കും. പാഞ്ചാലന്മാരെ കൊന്നതല്ലാതെ എൻ്റെ മനസ്സിന് ഒരു ശാന്തിയും കിട്ടില്ല. അവരെ ഞാൻ കൊന്നിരിക്കും. അതുകൊണ്ട് അവരെ എല്ലാം എളുപ്പം പോയിട്ട് വെട്ടി നുറുക്കി കഷ്ണമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അച്ഛനോടുള്ള കടം എന്താ പറയാ, അദ്ദേഹത്തിൻ്റെ അച്ഛനെ കൊന്നതിനുള്ള കടം വീട്ടണമെന്ന്. ഭാര്യ ശത്രുവായാലും അവരെ ഭാര്യയാക്കണ്ട,
അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഭാര്യ ശത്രുവാണെങ്കിൽ നിങ്ങൾ അവരെ ഭാര്യയാക്കണ്ട. അവരവരുടെ ജീവിതമായിട്ട് അവരങ്ങനെ ജീവിക്കട്ടെ. ഒരു ഭാര്യയിൽ നിന്നുള്ള യാതൊന്നും നിങ്ങൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. നമ്മളൊരു ശത്രുവിൽ നിന്ന് എന്തെങ്കിലും സഹായം പ്രതീക്ഷിക്കുമോ? ഒരു ഗ്ലാസ് വെള്ളം പ്രതീക്ഷിക്കുമോ? ഇല്ലല്ലോ. അപ്പം എന്ത് ചെയ്യുക? നമ്മളും നമ്മുടെ കാര്യം നോക്കിയിരിക്കുക. ഓക്കെ. പിന്നെ ഭാര്യനെ നമ്മൾ ശത്രുവായി കാണുകയും ചെയ്യരുത്. അവർ ശത്രുവാണെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. മനസ്സിലായില്ലേ? അവർ ശത്രുവാണെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മളാണ് നമ്മുടെ ശത്രുവാണ് അവരെന്നുള്ളൊരു പേരിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ശത്രു സ്ഥാനത്ത് നിന്ന് അവരെ അങ്ങ് മാറ്റിവെക്കുക. അപ്പോൾ അവർ മിത്രമായിക്കോളും. ശ്രമിക്കൂ, നടക്കും, നടക്കാതിരിക്കില്ല. ഇത്രയും ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള ദ്രോണന്റെ മകന്റെ വാക്കുകൾ കേട്ടപ്പോൾ കൃപൻ പറയാണ്, ഹേ വീരനായ അശ്വത്ഥാമാവേ, വളരെ നല്ലത്. പ്രതിക്രിയ ചെയ്യാനുള്ള ആഗ്രഹം ഭവാൻ ഉണ്ടായത് തന്നെ ഭാഗ്യം കൊണ്ട് തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും രാവിലെ അങ്ങയുടെ കൂടെ വരാം. ഇപ്പോൾ അങ്ങ് അല്പം കിടന്നുറങ്ങും. നേരം വെളുത്തിട്ട് നമുക്ക് അവരെ കൊല്ലാൻ പോവാം. സമാധാനത്തോടെ അങ്ങ് കിടന്നുറങ്ങും. ഇപ്പം ഈ രാത്രി കുറച്ച് ഉറങ്ങിയാൽ അങ്ങയുടെ ക്ഷീണമൊക്കെ മാറും. എത്ര ദിവസമായി അങ്ങ് ഉറങ്ങിയിട്ട്? ഇന്ന് രാത്രി സുഖമായി ഉറങ്ങിയിട്ട് നാളെ രാവിലെ നമുക്ക് 3 ആൾക്കും കൂടെ പോയിട്ട് ആ ശത്രുക്കളുടെ കഥ അങ്ങ് നമുക്ക് കഴിക്കാം. നിനക്ക് ദിവ്യാസ്ത്രങ്ങളൊക്കെ ഉണ്ട്. പാഞ്ചാലപ്പടയെ മുഴുവൻ നശിപ്പിക്കാൻ നമുക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല. ഞാനും കൃതവർമാവും കൂടെയുള്ളതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? നമുക്ക് അവരെ കൊന്നു തള്ളാന്നേ. ഒന്നും വിഷമിക്കാതിരിക്കുക. നാളെ രാവിലെ തന്നെ നമുക്കെല്ലാം അവസാനിപ്പിക്കാം. ഇന്ന് രാത്രി അങ്ങ് സ്വസ്ഥമായി കിടന്നുറങ്ങും എന്ന് പറഞ്ഞു. കൃപൻ ഇത്ര പറഞ്ഞപ്പം അശ്വത്ഥാമാവ് പറയണം, അമ്മാവാ ഉറങ്ങാനോ? ആർക്കാണ് ഉറക്കം വരിക? ഏതോ സിനിമയിൽ ചോദിക്കുന്ന പോലെ അമ്മാവാ എന്ന് ചോദിക്കുന്ന പോലെ എങ്ങനെയാ ഉറക്കം വരിക? ഉറക്കം വരൂല. ആതുരസ്യ കുതോ നിദ്ര നരസ്യാ മഹർഷിതസ്യ ച അർത്ഥാം ശിത യദച്ചാഭി കാമയാനാസ്യ വാ പുനഃ തദിദം സമുത്പ്രാപ്നതം പശ്യാമേത്യ ചതുഷ്ടയം. ആതുരനും അമർഷിക്കും അർത്ഥം ചിന്തിക്കുന്നവനും കാമാതുരനും ഉറക്കം ഉണ്ടാവില്ല. ആതുരൻ, അമർഷി ദേഷ്യം തീരാത്തവൻ, അർത്ഥം ചിന്തിക്കുന്നവൻ, ഇനി എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുന്നവൻ, കാമാതുരൻ കാമം തലേ കയറിയവൻ, ഇവർക്കൊന്നും ഉറക്കമുണ്ടാവില്ല. ഈ 4 കൂട്ടവും എന്നിൽ വന്നങ്ങ് ചേർന്നിരിക്കുകയാണ്. പ്രതികാരം, ദേഷ്യം, വാശി, വെറുപ്പ്, ഇതെല്ലാം എൻ്റെ മനസ്സിലങ്ങ് വന്ന് കിടക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഉറങ്ങുക? ആ ദുഷ്ടൻ ഏത് വിധമാണ് എൻ്റെ അച്ഛനെ കൊന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരില്ല അമ്മാവ. ആ ദൃഷ്ടദുമ്നനെ കൊല്ലാതെ എനിക്ക് ഊണുമില്ല, ഉറക്കവും ഇല്ല. ഇവിടെ അശ്വത്ഥാമാവ് വളരെ വൈകാരികമായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, അല്ലേ? ഒടിഞ്ഞു കിടക്കുന്ന രാജാവിനെ ഓർത്താ എങ്ങനെയാ ഉറക്കം വരിക? പാണ്ഡവരുടെ വിജയം ചുട്ടിരിക്കുന്ന ഈ ആധിയെ തീർത്തല്ലാതെ എനിക്ക് വിശ്രമമില്ല അമ്മാവ. നാളെ പ്രഭാതത്തിൽ നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ വിജയം സംശയമാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ പോയിട്ട് നമുക്ക് അവരെ എല്ലാം കൊല്ലണം. കൃപൻ വീണ്ടും ദ്രോണന്റെ പുത്രനായിരിക്കുന്ന ദ്രൗണി എന്ന് പറയുന്ന അശ്വത്ഥാമാവിനെ ഉപദേശിച്ചു. ഉണ്ണി, ഞാൻ പറയുന്നത് ചെയ്യൂ. എന്നാൽ ഇല്ല എങ്കിൽ പശ്ചാത്തപിക്കേണ്ടി വരും. ഉറങ്ങിക്കിടക്കുന്നവരെ കൊല്ലുന്നത് ധർമ്മമല്ല. പാഞ്ചാലന്മാർ ഇപ്പോൾ വിശ്വാസത്തോടെ കിടന്നുറങ്ങുകയാണ്. അപ്രകാരമുള്ളവരെ കൊല്ലുന്ന നീചപുരുഷൻ അഗാധമായ ഘോര നരകത്തിൽ ചെന്ന് വീഴും. ധർമ്മിഷ്ഠനാണെന്ന് പുകൾപെറ്റ ഭവാന്റെ കീർത്തിയിൽ ഒരു കളങ്കം പോലും ഉണ്ടാകുന്നത് ശരിയല്ല. നിങ്ങളുടെ കുലം മുഴുവൻ ധർമ്മിഷ്ഠരാണ്. ആ സ്ഥാനത്ത് അങ്ങൊരു അധർമ്മം ചെയ്തെന്ന് പറയരുത്. അതുകൊണ്ട് അധാർമികമായിരിക്കുന്ന ഈ നീച പ്രവൃത്തിക്ക് തുനിയരുത്. നാളെ പ്രഭാതത്തിൽ ധർമ്മയുദ്ധത്തിൽ അവരെ എല്ലാവരെയും നമുക്ക് വധിക്കാം. അശ്വത്ഥാമാവ് തൻ്റെ ഉള്ളിലുള്ള ആ വികാരം ഇതങ്ങ് കേട്ടപ്പം അങ്ങ് വെളിപ്പെടുത്തി. അമ്മാവ, എവിടെയാണ് ധർമ്മം ഈ യുദ്ധത്തിൽ? ഭവാന്റെ മുമ്പിൽ വെച്ച് ദൃഷ്ടദുമ്നൻ ആയുധമില്ലാതെ എൻ്റെ അച്ഛനെ വധിച്ചത് അങ്ങേക്ക് ഓർമ്മയില്ലേ? തേര് ഭൂമിയിലാണ്ട് വിഷമിച്ചു നിൽക്കുന്ന കർണനെ വധിച്ചത് ധർമ്മമാണോ? ഭീഷ്മരെ വീഴ്ത്തിയതും ആയുധം വെച്ച സമത്തെയല്ലേ? ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി ചെയ്ത ചതിയല്ലേ അത്? പ്രായോപവേശം ചെയ്ത ഭൂരിശ്രവസിനെ കൊന്നത് ധർമാനുസൃതമാണോ? നമ്മുടെ രാജാവിനെ ഗദായുദ്ധത്തിൽ തുടക്കടിച്ചു കൊന്നത് ധർമ്മമാണോ?
ഇങ്ങനെ ധർമ്മത്തിന്റെ സേതുവെന്നെല്ലാം തകർത്ത അവരെ അധർമ്മം കൊണ്ട് വധിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഉറങ്ങിക്കിടക്കുന്ന ദൃഷ്ടദുമ്നനെ വെട്ടിക്കൊന്ന് എന്ത് ദോഷം വന്നാലും അത് സഹിക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞാൻ നിശ്ചയിച്ചുറപ്പിച്ച ഈ തീരുമാനത്തിന് യാതൊരു മാറ്റവും. ഇത് അശ്വത്ഥാമാവ് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് പിതാവിനെ വധിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ട് ദേഷ്യം വന്ന അശ്വത്ഥാമാവ് കുതിരകളെ പൂട്ടി ശത്രുവിൻ്റെ അതായത് പാണ്ഡവന്മാരുടെ അവരുണ്ടാക്കിയ ആ ശിബിരത്തിൻ്റെ നേരെ അദ്ദേഹം പോയി. കൃപനും കൃതവർമാവും കൂടെ ഈ ദ്രൗണിയുടെ അശ്വത്ഥാമാവിൻ്റെ പിന്നാലെ പോയി. അവർ 3 പേരും കൂടെ ആ ശിബിരത്തിൻ്റെ വാതിൽക്കലെത്തി. അതാ അവിടെ ഒരു വലിയ മഹാഭൂതം നിൽക്കുന്നു. അത് കണ്ട് അവരങ്ങ് ആശ്ചര്യപ്പെട്ടു പോയി. നീണ്ടു നിവർന്ന ഭയങ്കരമായ ശരീരം, ചോര ഇറ്റിറ്റ് വീഴുന്ന പുലിത്തോലാണ് വസ്ത്രമായി ധരിച്ചിരിക്കുന്നത്. പാമ്പ് കൊണ്ടാണ് പൂണൂലിട്ടിരിക്കുന്നത്. ഒരുപാട് ആയുധങ്ങളുണ്ട് കൈകളിലൊക്കെ. സർപ്പങ്ങളെ കൊണ്ടുള്ള തോൾവളകളൊക്കെ ഇട്ട് പല്ലുകളൊക്കെ ഇങ്ങനെ നീണ്ട് പേടിപ്പെടുത്തുന്നൊരു മുഖം. കണ്ണിൽ നിന്നും വായിൽ നിന്നൊക്കെ തീ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൊണ്ടും പേടി തോന്നുന്ന ആ രൂപം കണ്ടിട്ട് അശ്വത്ഥാമാവ് എന്ത് ചെയ്തു? കുറേ അസ്ത്രങ്ങൾ അങ്ങോട്ട് വിട്ടു. പക്ഷേ ആ അസ്ത്രങ്ങളെല്ലാം ആ ഭൂതത്തിൻ്റെ അടുത്തെത്തുമ്പോൾ അങ്ങനെ പോവാണ്. ദേഷ്യം വന്ന അശ്വത്ഥാമാവ് എന്ത് ചെയ്തു? ഒരുപാട് അസ്ത്രങ്ങളും ആയുധങ്ങളൊക്കെ എടുത്ത് പ്രയോഗിച്ചു. പക്ഷെ അതെല്ലാം വേസ്റ്റായിപ്പോയി. ഇതെന്താണെന്നറിയാതെ അശ്വത്ഥാമാവ് ആകെ വിഷമിച്ചു. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇതെന്താ? സുഹൃത്തുക്കളുടെ വാക്ക് കേൾക്കാതെ അധർമ്മം പ്രവർത്തിക്കാൻ വന്നതിൻ്റെ ഫലമായിരിക്കും ഈ രൂപം, അല്ലെങ്കിൽ ഈ പ്രശ്നം. എന്തായാലും പേടിച്ച് പിന്മാറാൻ പാടില്ല. എന്തൊരു കാര്യം ചെയ്ത് പൂർത്തിയാക്കുന്നവനാണ് പുരുഷൻ എന്ന് പറയുന്നത്. അതിന് ദൈവാനുഗ്രഹവും വേണം. അതുകൊണ്ട് ഇനി ശ്രീ രുദ്രനെ തന്നെ ശരണം പ്രാപിക്കാം. ഇങ്ങനെ ആലോചിച്ച് രുദ്രദേവനെ അങ്ങ്, അതായത് മഹാദേവനെ അങ്ങ് അശ്വത്ഥാമാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സമ്പൂർണമായിട്ട് അങ്ങ് ശരണം പ്രാപിച്ചു. അതിനുശേഷം തീ പോലെ വന്ന് തന്നെത്താൻ പശുവായി സങ്കല്പിച്ചു. ആത്മബലി രൂപമായിരിക്കുന്ന ക്രദ്ദുകൊണ്ട് രുദ്രദേവനെ അങ്ങ് യജിച്ചു, പ്രാർത്ഥിച്ചു. ആ സമയത്ത് നമ്മുടെ മഹാദേവൻ ദ്രോണപുത്രന്റെ അശ്വത്ഥാമാവിന്റെ മുമ്പിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. ആരാ അടി കൂടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും? എന്താണ്? ആരാ അടി ഉണ്ടാക്കിയത്? മണിക്കുട്ടൻ. അവസാനിപ്പിക്കാന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിക്കുട്ടൻ്റെ തലക്കിട്ട് ഞാൻ അടിക്കും. മിണ്ടാണ്ടിരുന്നോ? എന്താ അവസാനിപ്പിക്കാൻ? ഭഗവാൻ ജീവിതം തന്ന അവസാനിപ്പിക്കാനാ? അത്രയ്ക്ക് വിഡ്ഢിയാ? ജീവിച്ച് കാണിച്ചു കൊടുക്കുക 10 പേരെ മുമ്പിൽ, ആരുടെ മുമ്പിലായാലും. നമ്മളെ അപമാനിച്ചവർക്ക് മുമ്പിൽ ചിരിച്ചു തള്ളു. നമ്മളെ മനസ്സിലാക്കാത്തതുകൊണ്ടാണെന്നേ. മനസ്സിലാക്കാത്ത അവരെ മുമ്പിലാണ് ജീവിതം തോൽപ്പിക്കുന്നത്. അവരങ്ങ് ആർമാദിച്ച് ചിരിക്കും. അല്ലെ 2 ദിവസം ഒന്ന് നാട്ടുകാരെ കാണിക്കാൻ കരയും. 3ന്റെ അന്ന് അവർ ജീവിക്കും. നമ്മളാണ് ചോറ് തിന്നാനും സുഖിച്ചുറങ്ങാനും ഭഗവാനെ അറിയാനൊക്കെ കിട്ടിയ ജീവിതം നശിപ്പിക്കുന്നത്. അങ്ങനെ കളയാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ലൈഫിൻ്റെ വാല്യൂ അറിയാത്തവരാണ് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളെപ്പോലെ ആവാൻ അവർക്ക് കഴിയുന്നില്ല. മനസ്സിലായില്ലേ? നമ്മളുടെ അത്ര ക്വാളിറ്റി അവർക്കില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇറിറ്റേഷൻ ആവുന്നത് നമ്മളെ കാണുമ്പോൾ. അപ്പോൾ അവരെക്കാൾ എത്രയോ മുകളിലാണ് നമ്മൾ. മനസ്സിലായില്ലേ? അതിന് ആത്മഹത്യ ചെയ്യാൻ നടക്കല്ല ചെയ്യേണ്ടത്. പുച്ഛം തോന്നും ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരോട്. ഓക്കെ, നല്ല പുരുഷനാണെങ്കിൽ, പൗരുഷമുള്ളൊരു പുരുഷനാണെങ്കിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കും. ഒരു ദിവസം അവർ വന്ന് കാല് പിടിക്കും. മഹാഭാരതം തൊട്ട് ഭഗവാന്റെ മുമ്പിലിരുന്ന് ഞാൻ പറയുന്നു, ഒരു ദിവസം മണിക്കുട്ടൻ്റെ കാല് അവർ വന്ന് പിടിച്ചിരിക്കും. ഒരു സംശയവുമില്ല. ധൈര്യമായിട്ട് മുന്നേറും. മഞ്ജരീസിൻ്റെ കൂടെ. ഓക്കെ, ആരവിടെ അടികൂടിയത്? പറ. അങ്ങനെ മഹാദേവൻ അവരുടെ മുമ്പിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു, അശ്വത്ഥാമാവിൻ്റെ മുമ്പിൽ.
അപ്പം മഹാദേവൻ പറഞ്ഞു, കൃഷ്ണന്റെ അഭിപ്രായ പ്രകാരമാണ് ഞാൻ ഇതുവരെ പാഞ്ചാലരെ കൊല്ലാതിരുന്നത്. മഹാദേവൻ പറയണം, കൃഷ്ണൻ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇതുവരെ പാണ്ഡവന്മാരെ കൊല്ലാതിരുന്നത്. വാസ്തവത്തിൽ അവരുടെ ആയുസ് അവസാനിച്ചിരിക്കുകയാണ്. അതിനാൽ നിന്റെ ആഗ്രഹം നിറവേറും. അതിന് പറ്റിയ ഒരായുധം ഞാൻ തരുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് നല്ല തീക്ഷ്ണമായിരിക്കുന്ന ഒരു വാള്. പ്രിയ മാതാജി, ടേക്ക് റെസ്റ്റ് ടൈറ്റ്ലി. ഓക്കെ, ഇന്നലെ എന്നോട് മാരാര് പറഞ്ഞിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് മാതാജിക്ക് വേണ്ടി. അപ്പോൾ അത്രയും പറഞ്ഞിട്ട് ആരോ അടി കൂടിയിട്ടുണ്ടായി. ഞാൻ പിടിക്കാൻ നിൽക്കട്ടെ, ഞാൻ ഈ മെസ്സേജൊക്കെ ഇത് കഴിയുമ്പം ഞാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ നാളത്തെ രാവിലത്തെ ലൈവിൽ തരാം കേട്ടോ. അതിതീക്ഷ്ണമായിരിക്കുന്ന ഒരു വാള് അശ്വത്ഥാമാവിൻ്റെ കയ്യിലങ്ങ് കൊടുത്ത് അപ്പോൾ തന്നെ രുദ്രദേവൻ അങ്ങ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അങ്ങ് ആവേശിച്ച പോലെയായി. അതോടെ ആ ശിബിരത്തിൻ്റെ മുമ്പിൽ നിന്ന ഭൂതവും പോയി. ഉടനെ അശ്വത്ഥാമാവ് എന്ത് ചെയ്ത് കൃപനെയും കൃതവർമാവിനെയും ഒക്കെ വിളിച്ചിട്ട് വാതിൽക്കൽ കൊണ്ടുവന്ന് നിർത്തി. ഒരാളും ഇവിടെ നിന്ന് ജീവനോടെ രക്ഷപ്പെടരുത് എന്ന് പറഞ്ഞു അശ്വത്ഥാമാവ്. ഉള്ളിലുള്ള കാര്യമൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം, നാളെ ശത്രുപക്ഷത്തിലുള്ള ഒരാളും ബാക്കിയുണ്ടാവരുത്. ഇതാണ് അശ്വത്ഥാമാവ് പറഞ്ഞത്. അശ്വത്ഥാമാവ് ശിബിരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ദൃഷ്ടദുമ്നൻ കിടക്കുന്നിടത്തേക്കാണ് ആദ്യം ചെന്നത്. അവൻ മഹായുദ്ധം കഴിഞ്ഞിട്ട് തളർന്ന് നല്ല വിശ്വാസത്തോടെ കിടന്നുറങ്ങുകയാണ്. പരിചാരകന്മാരെല്ലാവരും ചുറ്റിനും കിടന്നുറങ്ങുന്നുണ്ട്. ഞാനല്ല എന്നാരും പറയണ്ട, ഞാൻ കണ്ടുപിടിക്കേണ്ട ആരാന്നുള്ളത്. നല്ല വിശ്വാസത്തോടു കൂടി കിടന്നുറങ്ങുകയാണ്. അശ്വത്ഥാമാവ് പതുക്കെ പാഞ്ചാലൻ്റെ കിടക്കയുടെ അടുത്തെത്തി. നിദ്രാവഗതനായിരിക്കുന്ന അവനെ കാലുകൊണ്ട് ചവിട്ടി അങ്ങോട്ട് ഉണർത്തി. നോക്കട്ടെ, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്ന ആളിനെ കാലുകൊണ്ട് ഒരൊറ്റ ചവിട്ട്, എന്നിട്ട് എഴുന്നേൽപ്പിച്ചു. ചവിട്ടേറ്റ് എണീറ്റ് അവൻ എന്ത് ചെയ്തു, കണ്ണു തുറന്നു നോക്കുമ്പോൾ അശ്വത്ഥാമാവിനെ തിരിച്ചറിഞ്ഞു. പക്ഷേ കിടക്ക വിട്ട് എഴുന്നേൽക്കുന്നതിനേക്കാളും മുമ്പേ എന്ത് ചെയ്തു, തലമുടിക്കിങ്ങ് ചുറ്റി പിടിച്ചിട്ട് ചവിട്ടാനും ഇടിക്കാനും ഒക്കെ തുടങ്ങി. തന്നെ കൊല്ലുമെന്ന് തീർച്ചപ്പെടുത്തിയപ്പോൾ ദൃഷ്ടദുമ്നൻ എന്ത് ചെയ്ത്, ആയുധം കൊണ്ട് കൊല്ലണം എന്ന് പറഞ്ഞെങ്കിലും ആയുധം കൊണ്ട് കൊന്നാൽ നിനക്ക് പുണ്യലോകം കിട്ടും എന്ന് പറഞ്ഞു. ഗുരുദ്രോഹിയായ നിനക്ക് അതിന് അർഹതയില്ല, അതുകൊണ്ട് ഇടിച്ചു തന്നെ അവനെ കൊന്നു. അപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന പരിചാരകന്മാരെല്ലാവരും എഴുന്നേറ്റു. യുദ്ധത്തിന് തയ്യാറാണെങ്കിലും ദ്രൗണിയുടെ വാള് എല്ലാവരിലേക്കും ചെന്ന് പതിച്ചു എല്ലാവരെയും കൊന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ കൃപനും കൃതവർമാവും കൂടെ കൊന്നു. അവസാനം അവർ ശിബിരത്തിന് തീ കൊളുത്തി. കൃഷ്ണനും പാണ്ഡവന്മാരും സാത്വികയും ശിബിരത്തിന് പുറത്ത് മരച്ചുവട്ടിലാണ് കിടന്നുറങ്ങിയത്. എന്നതിനാൽ അവർ മാത്രം മരിച്ചില്ല. കൃഷ്ണനും പാണ്ഡവന്മാരും സാത്വികയും അവർ ശിബിരത്തിൻ്റെ അകത്തല്ല ഉറങ്ങിയത്, പുറത്തൊരു മരച്ചുവട്ടിലാണ് ഉറങ്ങിയത്. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ബാക്കി എല്ലാ പരിചാരകന്മാരും പാണ്ഡവ പക്ഷത്തുള്ളവരൊക്കെ ശിബിരത്തിന് തീ കൊടുത്തപ്പം അതിൽ കിടന്ന് വെന്തു മരിച്ചു. ക്ലിയർ? ഇനി ദുര്യോധനൻ്റെ സമീപത്തെത്താണ്. അത് എനിക്ക് സമ്മാനമൊന്നും വേണ്ട, ഞാൻ കണ്ടുപിടിച്ചുതരാം ആരാന്നുള്ളത്. നമ്മുടെ അഡ്മിൻസ് ഇല്ലേ ലൈവിൽ? ദിവ്യ, മാരാർ, ജിത്തു, പറയൂ ആരാണ് അടികൂടിയത്? നിങ്ങൾ 4 പേരും കൂടെ പറയൂ, ആരാണ്? ആരാണ്? അഡ്മിൻസിൻ്റെ അടുത്ത് ചോദിച്ചാൽ അഡ്മിൻസ് ഉത്തരം പറയണം. ആരാ അടികൂടിയത്? വേഗം പറയൂ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തു. 10:30 എല്ലാവർക്കും കിടക്കണം, എനിക്കും കിടക്കണം. പറയൂ ആരാണ് അടികൂടിയത്? അറിയില്ല. ഇനി ദിവ്യ പറയണ്ട. മാരാര് പറയൂ. ബിന്ദുമ്മ ആർക്കും ടൈമൊക്കെ കൊടുക്കുന്നുണ്ട്. നാളേക്ക് 1 മണിയും, നാളെ 1 മണിക്ക് എനിക്ക് ഡബ്ബിങ് ഉണ്ടെങ്കിലും ബിന്ദുമ്മയുടെ കാര്യം പോക്കാം.
ഞാനല്ല. മാരാർ, പോലീസ് വേണ്ടിവരും ശ്രീകണ്ഠൻ പ്രഭു. മാരാർ എവിടെ? ജിത്തു എവിടെ? ആരാ ലൈവ് കിടന്ന് അടി കൂടിയത്? ഇനി അടി കൂടിയവനെ കിട്ടിയില്ലെങ്കിൽ നറക്കിട്ടിടും ഞാൻ. ഇത്രയും പേരുടെ പേരെഴുതി നറക്കിട്ടിടും. ആ നിറക്കിൽ മാരാർ ഉറങ്ങി. ആ നിറക്കിൽ വീഴാൻ പോകുന്ന മോനപ്പ മുതലാളി ആയിരിക്കും. മോനപ്പ മുതലാളി എന്തിനാ അടി കൂടിയത്? വടിയെടുക്കണോ? അടി കൂടിയവര്, ക്ലാസ്സിൽ ആൻസർ തെറ്റിച്ച് പറഞ്ഞവര് എല്ലാവരെയും വിഷുവിന്റെ സെലിബ്രേഷന് പിടിക്കും. എനിക്ക് അറിഞ്ഞൂടാ പറയാ ആരാന്ന്. അതെ, ശുഭരാത്രി, സുഖനിദ്ര. ആളെ കിട്ടിയില്ലെങ്കിലും മോനപ്പം മുതലാളിയുടെ തലയിലിട്ടേക്കുക. ഓക്കെ, നറുക്കിടണം. നാളെ ആവട്ടെ. ഇന്നത്തെ ലൈവില് ആരൊക്കെ വന്നു എന്നുള്ളത് നാളെ നറുക്കിട്ട് കണ്ടുപിടിക്കും ആരാന്നുള്ളത്. അതുവരേക്കും കുറ്റം മോനപ്പം മുതലാളിയുടെ തലയിൽ നമ്മൾ കെട്ടിവെക്കുന്നു. അതെ, കട്ടവനെ കിട്ടിയില്ലേ കിട്ടിയവനെ പിടിക്കുക. അപ്പം മോനപ്പം മുതലാളിയുടെ തലയിലേക്ക് നമ്മൾ ഇന്നത്തെ അടി കൂടിയ കുറ്റം ചാർത്തി വെച്ചുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. മോനപ്പം മുതലാളി ഉറങ്ങി. ഇല്ല എങ്കിൽ ഇന്നിപ്പം നമ്മളെ വിടട്ടിട്ട് പൊളിച്ചടക്കേനെ. മനോജ് കുമാർ പ്രഭു പറയുന്നത് ഞാനല്ലാന്ന്. അപ്പം നാളെ നമുക്ക് ആരെയും കിട്ടിയില്ല, മോനപ്പം മുതലാളി അല്ല എങ്കിൽ നമുക്ക് മനോജ് കുമാർ പ്രഭുവിൻ്റെ തലയിലിടാം. എന്ത് പറയുന്നു? അതാ നല്ലത്. ചൂരലെടുത്തൊന്ന് കൂട്ടിക്കണം. നിൽക്കട്ടെ, അടുത്ത നമ്മുടെ വിഷു സെലിബ്രേഷൻ വരട്ടെ. എല്ലാത്തിനെയും പിടിച്ച് നമ്മൾ തിരുവാതിര കളിപ്പിക്കും. അതേ പറ്റൂ. പാട്ടിട്ട് കൊടുക്കും, അതിനനുസരിച്ച് ഡാൻസ് ചെയ്യിപ്പിക്കും. അല്ലേ സജീവ് പ്രഭു? അതാണ് വേണ്ടത്. അയ്യോ, മോനപ്പം മുതലാളി ഇവിടെ ഉണ്ട്. എന്നാൽ പിന്നെ ഞാൻ വേഗം പോട്ടെ. എന്നെ നോട്ടം ഇട്ടിരിക്കുന്നത് പോലെയാണ്. നോട്ടം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കോട്ടയംകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാവും ചക്കയും മാങ്ങയൊക്കെ കൈമാറ്റം ചെയ്യുന്ന വിവരമൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അതൊന്നും സമ്മതിക്കില്ല. ഞങ്ങൾക്കും വേണം. ഇന്ന് മോനപ്പം മുതലാളിയുടെ വീട്ടിൽ പോയിട്ട് നമ്മുടെ ദിവ്യാമാതാജി കുറേ പ്ലാവും മാവും അതുപോലെ ചക്കയും മാങ്ങയും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ എന്താണ് ഇതൊക്കെ, ചേമ്പോ കാച്ചിലോ ചേനയോ ഏതാണ്ടൊക്കെയോ കൊണ്ടുപോയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും കൂടെ മോനപ്പം മുതലാളിയുടെ വീട്ടിൽ പോവാം. ഞാൻ അന്യായം ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് നേരെ മോനപ്പം മുതലാളിയുടെ വീട്ടിൽ പോവാം. ഓക്കെ, ബാലേട്ടൻ വിതുര. ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരെയും കാണുമ്പം. ഓക്കെ, എല്ലാവരും സമാധാനമായിട്ട്. അയ്യോ, ഇപ്പോൾ മോനപ്പൻ മുതലാളി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. എല്ലാവർക്കും മഞ്ജുരീസിൽ ഓരോ പേരായിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, സന്തോഷം. എല്ലാവരും സമാധാനമായിട്ട് ഉറങ്ങും. നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാത് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാപുരേഷൻ കി ജയ്. ഞാനും ഉറങ്ങാൻ പോവാണ്. നല്ല ഉറക്കം വരുന്നുണ്ട്. ഓക്കെ, ഇനി എല്ലാവരും നാളെ വിളിക്കൂ കേട്ടോ മഞ്ജരീസിലേക്ക്. ടാറ്റ, ഗുഡ് നൈറ്റ്.